शांति शांति ओम शांति शांति। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। शिव का कर लो ध्यान, आ रहा पावन पुण्य सवेरा। तुम हो कौन, कहाँ से आए, अपने आप को जानो। राजयोग के द्वारा अपना परम पिता पहचानो। इसी राजपथ पर चलकर तुम पालो अपना बसेरा। तुम हो आत्मा तन से न्यारे, परमात्मा को प्यारे। दिव्य गुणों को धारण करके योगी बनो दुलारे। ज्योति बिंदु ही तोड़ेगा ये माया मोह का घेरा। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। ओम शांति ओम शांति ओम शांति। ഓം ശാന്തി. ഓം ശാന്തി. ഇന്ന് 27/2/2025 प्रभातमुरली। बाबा कहते हैं, मीठे बच्चे, सत्य का संग ज्ञान मार्ग में ही होता है। अभी तुम सत्य बाप के संग में बैठे हो। बाप की याद में रहना माना സത്സംഗ് കർണ. അപ്പോൾ ബാബ എന്താ പറയുന്നത്? മധുരമായ കുട്ടികളെ, ഈ സത്യമായ സംഘം എന്ന് പറയുന്നത് ജ്ഞാനമാർഗത്തിലുള്ളതാണ് എന്ന് ബാബ പറയാം. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ സത്യമായ ബാബയുടെ സംഘത്തിലിരിക്കുകയാണ്. ബാബയുടെ ഓർമ്മയിലിരിക്കുക അർത്ഥം സത്സംഗത്തിൽ ഇരിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ കുട്ടികൾ സത്യമായ ബാബയുടെ സത്സംഗത്തിൽ ഇരിക്കുകയാണെന്ന് ബാബ പറയാം. ഈ ബാബന്ന് ചോദ്യം ചോദിക്കുന്നത്, സത്സംഗ് की ആവശ്യകത തും ബച്ചോം കോ അഭി ഹി ഹേ ക്യോം? അതായത് ബാബ ചോദിക്കുകയാണ്, സത്സംഗത്തിൻ്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ഇപ്പോഴാണ് വേണ്ടതെന്ന് ബാബ പറയാം. അത് എന്തുകൊണ്ടാണ്?
അതായത് സത്യമായ സംഘത്തിൻ്റെ ആ ഒരു കൂട്ടുകെട്ട് അതിപ്പോഴാണ് ആവശ്യമെന്ന് ബാബ പറയുകയാണ്. അതെന്തുകൊണ്ടാണ് ഇപ്പോൾ അതിൻ്റെ ആവശ്യമെന്ന് ബാബ ചോദിക്കാം. ഉത്തർ, ക്യോंकि तमोप्रधान आत्मा एक सत बाप, सत शिक्षक और सदगुरु के संग से ही सदो प्रधान अर्थात काले से गोरी बन सकती है. അതായത് ബാബ പറയുന്നത് എന്തുകൊണ്ടാണ്, ആത്മാക്കളെല്ലാം തമോ പ്രധാനമായല്ലോ. അപ്പം തമോ പ്രധാനമായ ആത്മാവിന് ഒരു സത്യമായ ബാബ, സത്യമായ ടീച്ചർ, സത്യമായ ഗുരു അവരുടെ സംഘത്തിലൂടെ തന്നെയാണ് സദോ പ്രധാനം, അതായത് കറുത്തതിൽ നിന്നും വെളുത്തതായിട്ട് മാറാൻ സാധിക്കുക എന്ന് ബാബ പറയാം. കാരണം ഇപ്പോൾ എല്ലാ ആത്മാക്കളും തമോ പ്രധാനാണ്. അപ്പം തമോ പ്രധാനമായ ആത്മാവിന് സത്യമായ ബാബയുടെ സംഘത്തിലൂടെ അല്ലെങ്കിൽ സത്യമായ ടീച്ചർ, സദ്ഗുരു ഇവരുടെയൊക്കെ സംഘത്തിലൂടെയാണ് സദോ പ്രധാനമായിട്ട് മാറാൻ, അതായത് കറുത്തതിൽ നിന്നും വെളുത്തതായിട്ട് മാറാൻ കഴിയുക എന്ന് ബാബ പറയാം. ബിനാ സത്സംഗ് കെ നിർബലാത്മാ ബൽവാൻ നെഹി ബൻ സക്തി. അതായത് സത്സംഗം കൂടാതെ ആത്മാക്കളെല്ലാം എങ്ങനെയാണ് ഇരിക്കുന്നത്, നിർബലരായിട്ടിരിക്കുക. അപ്പോൾ സത്സംഗം കൂടാതെ നിർബലരായിട്ടുള്ള ആത്മാക്കൾക്ക് ബലവാനായിട്ട് മാറാൻ കഴിയില്ല എന്ന് ബാബ പറയാം. ബാപ്പ് കെ സംഗ് സേ ആത്മാമേം पवित्रता का बल आ जाता है. 21 जन्म के लिए उसका बेड़ा पार हो जाता है. അപ്പോൾ ബാബ പറയുന്നത് ബാബയുടെ സംഘത്തിലൂടെ തന്നെയാണ് ആത്മാക്കൾ പവിത്രമായിട്ട് മാറുന്നത്. പവിത്രമായി മാറുന്നു. അതുകൂടാതെ എന്താണ്, 21 ജന്മത്തേക്ക് ആത്മാക്കളുടെ തോണി അക്കരെ എത്തുന്നു. അപ്പോൾ സത്യമായ സംഘം അത് തന്നെയാണ് ഇന്ന് ബാബ മുഴുവൻ മുരളിയിലൂടെയും പറയുന്നത്. സത്യമായ സംഘം എന്താണെന്നും ആ സത്യമായ സംഘത്തിലിരിക്കുന്നതിലൂടെ ആത്മാക്കൾക്ക് വരുന്ന പരിവർത്തനം അതാണ് ബാബ മുരളിയിലൂടെ എന്ന് പറയുന്നത്. ഓം ശാന്തി. बच्चे सत्संग में बैठे हो, इस सत्य के संग में कल्प कल्प സംഘം पर ही बच्चे बैठते हैं. അപ്പോൾ ബാബ പറയുന്നത് കുട്ടികൾ സത്സംഗത്തിലാണിരിക്കുന്നത്. ഈ ഒരു സത്യമായ സംഘം കൽപ്പകൽപ്പത്തിൽ സംഗമത്തിലാണ് കുട്ടികൾക്ക് ലഭിക്കുന്നത്, അല്ലെ? സംഗമത്തിലാണ് ഈ സത്യമായ സംഘം ലഭിക്കുന്നത്. ദുനിയാ തോ യഹ് നഹി ജാൻതി കി സത്ത് കാ സംഘ് കിസ്കോ കഹാ ജാതാ ഹെ. അതായത് ലോകത്തിലുള്ളവർക്ക് ഇതറിയുന്നില്ല, അതായത് സത്യമായ സംഘം എന്ന് എന്തിനെയാണ് പറയുന്നത്, അത് ലോകത്തിലുള്ളവർക്ക് അറിയില്ല എന്ന് ബാബ പറയാം. സത്സംഗ് നാം യഹ് അവിനാശി ചല ആത്താ ഹെ. അതായത് സത്സംഗം എന്ന പേരൊക്കെ അവിനാശിയായിട്ട് നടന്നു വരുന്നുണ്ട്. ഭക്തി മാർഗമേം ബി കഹത്തെ ഹെ ഹം ഫലാനെ സത്സംഗമേം ജാത്തെ ഹെ. ഭക്തിമാർഗത്തിലും ഇങ്ങനെ പറയാറുണ്ടല്ലോ, ഞങ്ങൾ സത്സംഗത്തിൽ പോവുകയാണ്, അങ്ങനെ ഞങ്ങൾ ഇന്നയാളുടെ സത്സംഗത്തിലൊക്കെ പോവുകയാണ്. അതായത് കുറേ സത്സംഗങ്ങൾ ഭക്തിമാർഗത്തിൽ നടക്കുന്നുണ്ടല്ലോ. അപ്പം ഭക്തിമാർഗത്തിലും ഇങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങൾ സത്സംഗത്തിൽ പോവുകയാണെന്നൊക്കെ. അബ് വാസ്തവമേം ഭക്തി മാർഗമേം കോയി സത്സംഗമേം ജാത്തേ നഹി. അപ്പം ബാബ പറയുന്നത് ഇപ്പം വാസ്തവത്തിൽ ഭക്തി മാർഗത്തിൽ ആരും സത്സംഗത്തിൽ പോകുന്നില്ല എന്ന് ബാബ പറയാം. സത്സംഗ് ഹോത്താ ഹി ജ്ഞാൻ മാർഗമേം ഹെ. അപ്പം ബാബ പറയുന്നത് സത്സംഗം എന്ന് പറയുന്നത് ജ്ഞാനമാർഗത്തിലുള്ളതാണ് എന്ന് ബാബ പറയാം. അബ് തും സത്ത് കെ സംഘമേം ബൈട്ടേ ഹോ. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ എവിടെ ഇരിക്കുന്നത്, സത്യമായ സംഘത്തിലാണ് ഇരിക്കുന്നത് എന്ന് ബാബ പറയാം. ആത്മായേം സത്ത് ബാപ്പ് കെ സംഘമേ ബൈട്ടി ഹെ. ആത്മാക്കള് സത്യമായ ബാബയുടെ സംഘത്തിലാണ് ഇരിക്കുന്നത്. और कोई जगह ആത്മായേം പരംപിത പരമാത്മാ കെ സംഘമേം നെഹി ബൈട്ടി. വേറെ ഒരു സ്ഥലത്തും ആത്മാക്കൾ പരംപിത പരമാത്മാവിൻ്റെ സത്യമായ സംഘത്തിൽ ഇരിക്കുന്നില്ല. അതിവിടെ മാത്രമാണ് എന്ന് ബാബ പറയാം. ഇവിടെയാണ് നമ്മൾ കുട്ടികൾ സത്യമായ ബാബയുടെ സംഘത്തിൽ, അതായത് പരംപിത പരമാത്മാവിൻ്റെ സംഘത്തിൽ നമ്മൾ ഇവിടെയാണ് ഇരിക്കുന്നത് എന്ന് ബാബ പറയാം. ബാപ്പ് കോ ജാൻതേ നഹി
അപ്പം പുറമെയുള്ളവർക്കാണെങ്കിലോ അറിയില്ല ആരാണ് ബാബ എന്ന് പോലും അറിയില്ല, അച്ഛനെ അറിയുന്നില്ല എന്ന് പറയാ ബാബ. ബൽ കഹത്തെ ഹേ ഹം സത്സംഗ് മേം ജാത്തെ ഹേ പരന്തോ വഹ് ദേഹ് അഭിമാൻ മേം ആ ജാത്തെ ഹേ. അപ്പം ബാബ പറയുന്നുണ്ട് ഞങ്ങൾ സത്സംഗത്തിൽ പോകുന്നു, സത്സംഗത്തിൽ ഇരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ബാബ പറയുന്നത് അത് ദേഹാഭിമാനത്തിലേക്ക് വരികയാണ് എന്ന് ബാബ പറയാം. തും ദേഹ് അഭിമാൻ മേം നെഹി ആയെങ്കെ, നിങ്ങൾ കുട്ടികൾ ദേഹാഭിമാനത്തിലേക്ക് വരുന്നില്ല എന്ന് ബാബ പറയാം. തും സമജ്തേ ഹോ ഹം ആത്മാ ഹേ സത്ത് ബാബാക്കെ സംഗ് ബൈഠേ ഹേ. നിങ്ങൾ കുട്ടികൾ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് നമ്മളെല്ലാവരും ആത്മാക്കളാണ്, സത്യമായ ബാബയുടെ സംഘത്തിലാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നുണ്ട് എന്ന് ബാബ പറയാം. और कोई भी मनुष्य സത്യ के संग में बैठ नहीं सकता. വേറെ ഒരു മനുഷ്യർക്കും സത്യമായ സംഘത്തിൽ ഇരിക്കാൻ സാധിക്കില്ല എന്ന് ബാബ പറയാം. സത്ത് കാ സംഗ് യഹ് നാം ബി അബി ഹി ഹേ. അതായത് സത്യമായ സംഘം എന്നുള്ള ആ പേരുണ്ടല്ലോ അത് ഇപ്പോഴത്തേതാണ് എന്ന് ബാബ പറയാം. സത്ത് കാ സംഗ് ഇസ്കാ യഥാർത്ഥ രീതി അർത്ഥ ബാപ്പ് ബൈട്ട് സമജാത്തെ ഹേ. അപ്പം സത്യമായ സംഘം എന്ന അതിൻ്റെ യഥാർത്ഥ രീതിയിലുള്ള അർത്ഥം ബാബ ഇരുന്നിട്ടാണ് കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നത് എന്ന് പറയാം ബാബ. തും ആത്മായേ അബ് പരമാത്മ ബാബ് ജോ സത്യ ഹേ ഉൻകെ സാത്ത് ബൈഠേ ഹോ. അപ്പം ബാബ പറയുന്നത് നിങ്ങൾ ആത്മാക്കള് ഇപ്പോൾ അതായത് പരമാത്മാവായ അച്ഛൻ, അതായത് സത്യമായ അച്ഛൻ, ആ അച്ഛൻ്റെ കൂടെ ഇരിക്കുകയാണ് എന്ന് ബാബ പറയാം. तो गोया तुम सत्संग में बैठे हो, फिर बल यहाँ व घर में बैठे हो, परंतु अपने को आत्मा समझ याद बाप को करते हो. അപ്പോൾ ബാബ പറയുന്നത് നിങ്ങളിപ്പോൾ വീട്ടിലിരിക്കുകയാണെങ്കിലും ഇപ്പോൾ ഇവിടെ തന്നെ ഇരിക്കുകയാണെങ്കിലും നമ്മൾ എങ്ങനെയാണ് ഇരിക്കുന്നത്? നമ്മൾ സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കുകയാണ് എന്ന് ബാബ പറയാം. हम आत्मा अब सत्य बाप को याद कर रहे हैं, अर्थात सत्य के संग में है. അതായത് ബാബ പറയാണ് നമ്മൾ ആത്മാക്കൾ ഇപ്പോൾ സത്യമായ ബാബയെ ഓർമ്മിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? സത്യമായ സംഘത്തിലാണ് ഇരിക്കുന്നത്. സത്യമായ ബാബയെ ഓർമ്മിക്കുക അർത്ഥം നമ്മൾ സത്യമായ സംഘത്തിലാണ് എന്ന് പറയാം ബാബ. बाप मधुबन में बैठे हैं, बाप को याद करने की युक्तियां भी अनेक प्रकार की मिलती है. അപ്പം ബാബ എവിടെ ഇരിക്കുന്നത്? മധുബനിലാണ്. ബാബയെ ഓർമ്മിക്കുന്നതിന് വേണ്ടി അനേക തരത്തിലുള്ള അനേക പ്രകാരത്തിലുള്ള യുക്തികളെല്ലാം കിട്ടുന്നുണ്ട് എന്ന് പറയാം ബാബ. യാദ് സേഹി വികർമ്മ വിനാശ് ഹോങ്കെ. ഓർമ്മയിലൂടെ തന്നെയാണ് വികർമ്മങ്ങളെല്ലാം വിനാശമാകുന്നത്. യഹ് ബി ബച്ചേ ജാൻതേ ഹേ हम 16 कला संपूर्ण बनते हैं, फिर उधरते उधरते कला कम होती जाती है. അപ്പം ബാബ പറയുന്നത് ഇതും നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്. അതായത് നമ്മൾ 16 കല സമ്പൂർണരായി മാറുന്നുണ്ട്. പിന്നീട് എന്താണ് ഉണ്ടാകുക? താഴേക്ക് ഇറങ്ങി ഇറങ്ങി പടിയിറങ്ങാന്ന് ബാബ പറയില്ലേ? താഴേക്ക് ഇറങ്ങി ഇറങ്ങി കലയെല്ലാം കുറഞ്ഞു വരാണ്. അപ്പം തുടക്കം മുതൽ സത്യയുഗത്തിൻ്റെ ആദ്യം മുതൽ നമ്മൾ 16 കല സമ്പൂർണരായിരിക്കും. പിന്നീട് എന്ത് വരും? താഴേക്ക് പടിയിറങ്ങും. താഴേക്ക് പടിയിറങ്ങുമ്പോൾ കലകളും കുറഞ്ഞു വരും. അതായത് ആത്മാവിലുള്ള ആ ഗുണങ്ങളും ശക്തികളൊക്കെ പതുക്കെ കുറഞ്ഞു വരുമെന്ന് ബാബ പറയാം. ഭക്തി ബി പഹലെ അവ്യഭിചാരി ഹേ, ഫിർ ഗിർത്തെ ഗിർത്തെ വ്യഭിചാരി ഭക്തി ഹോനെ സേ തമോ പ്രധാൻ ബൻ ജാത്തെ ഹേ, ഫിർ ഉൻകോ സത്ത് കാ സംഗ് ജരൂർ ചാഹിയേ. അപ്പം ബാബ എന്താ പറയുന്നത്? ഭക്തി ആദ്യം നമ്മൾ എങ്ങനെയാണ് ഭക്തി ചെയ്തിരുന്നത്? അവ്യഭിചാരി ഭക്തി, അതായത് ഒരേയൊരു ഭഗവാന്റെ ഭക്തി ആയിരുന്നു ആദ്യം ചെയ്തിരുന്നത്. പിന്നീട് എന്തുണ്ടായി? താഴേക്ക് വീണ് ഭക്തി അവ്യഭിചാരിയിൽ നിന്നും വ്യഭിചാരിയായി മാറി. അതായത് ഒന്നിനെ ഓർക്കുന്നതിന് പകരം അനേകരെ ഓർമ്മിക്കാൻ തുടങ്ങി. അപ്പം ഭക്തി അവ്യഭിചാരിയിൽ നിന്നും വ്യഭിചാരിയായി മാറി എന്ന് ബാബ പറയാം. അങ്ങനെ വ്യഭിചാരി ഭക്തി ആയതിലൂടെ എന്ത് സംഭവിച്ചു? തമോ പ്രധാനമായിട്ട് മാറി എന്ന് പറയാം ബാബ. അപ്പം തമോ പ്രധാനമായിട്ട് മാറുമ്പോൾ പിന്നീട് ആത്മാക്കൾക്ക് അവിടെ എന്ത് വേണം? സത്യമായ സംഘം അവിടെ തീർച്ചയായിട്ടും ആവശ്യമാണ്. കാരണം ആത്മാവ് തമോ പ്രധാനമായി. പിന്നീട് ആത്മാവിന് തമോ പ്രധാനത്തിൽ നിന്നും
സതോ പ്രധാനമായിട്ട് മാറാൻ എന്തു വേണം? അവിടെ സത്യമായ സംഘം കൂടിയേ തീരൂ എന്ന് ബാബ പറയാം. നഹീത്തോ പവിത്ര കൈസേ ബനെ, ഇല്ലെങ്കിൽ എങ്ങനെ പവിത്രമായിട്ട് മാറാനാണ് എന്ന് ബാബ പറയാം. അതായത് ആത്മാവ് താഴേക്ക് അധപതിച്ചു, ഇനി ആത്മാവിന് ഉയരണമെങ്കിൽ അല്ലെങ്കിൽ ആത്മാവിന് സതോ പ്രധാനമാകണമെങ്കിൽ സത്യമായ ബാബയുടെ സംഘം തന്നെ വേണം, എങ്കിലേ ആത്മാവ് പവിത്രമായിട്ട് മാറുള്ളൂ എന്ന് ബാബ പറയാം. തോ അബ് തും ആത്മാവോം കോ സത് ബാപ്പ് കാ സംഘ് മിലാ ഹെ. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ആത്മാക്കൾക്ക് സത്യമായ ബാബയുടെ സംഘം ലഭിച്ചിരിക്കുകയാണ്. ആത്മാ ജാൻതി ഹെ ഹംകോ ബാബ കോ യാദ് കർണ ഹെ ഉൻകാ ഹി സംഘ് ഹെ. ആത്മാവിനറിയാം ഞങ്ങൾക്ക് ബാബയെ തീർച്ചയായിട്ടും ഓർമ്മിക്കണം, ഇത് ബാബയുടെ സംഘം തന്നെയാണ്, സത്യമായ ബാബയുടെ സംഘം തന്നെയാണ് ഇതെന്ന് ആത്മാക്കൾക്കറിയാം. യാദ് കോബി സംഘ് കഹേങ്കെ, ഓർമ്മയെ തന്നെയാണ് സംഘമെന്ന് പറയുന്നത്. യഹ് ഹേ സത്ത് കാ സംഘ്, ഇത് തന്നെയാണ് സത്യമായ സംഘമെന്ന് ബാബ പറയാം. യഹ് ദേഹ് ഹോത്തേ ഹുയേ ബി തും ആത്മാ മുझे യാദ് കരോ യഹ് ഹേ സത്ത് കാ സംഘ്. അപ്പം ഇത് ഈ ദേഹത്തിൽ ഇരുന്നു കൊണ്ടും, ദേഹമുണ്ട് നമ്മളുടെ കൂടെ, ഈ ദേഹത്തിൽ ഇരുന്നു കൊണ്ടും നമ്മൾ ആത്മാക്കൾ ആരെ ഓർമ്മിക്കണം? ബാബയെ ഓർമ്മിക്കണം. ഇത് തന്നെയാണ് സത്യമായ സംഘം. അതായത് സംഘം എന്ന് ബാബ പറയുന്നത് ഓർമ്മ അല്ലേ? അപ്പോൾ ഇത് തന്നെയാണ് സത്യമായ ഓർമ്മ, സത്യമായ സംഘം. ജൈസെ കഹത്തെ ഹേ നാ ഇൻകോ ബഡേ ആദ്മി കാ സംഘ് ലഗാ ഹുവാ ഹേ ഇസ്ലിയെ ദേഹാഭിമാനി ബൻ പടാ ഹേ. അതായത് ഇങ്ങനെ പറയാറുണ്ട്, അതായത് ആർക്കെങ്കിലും വലിയ ആളുകളുമായിട്ടൊക്കെ ഉള്ളൊരു കൂട്ടുകെട്ടൊക്കെ ലഭിക്കുമ്പോൾ പറയും, ഇവർക്ക് വലിയ ആളുകളായിട്ടാണ് കൂട്ടുകെട്ട്, അതുകൊണ്ട് തന്നെ വളരെ ദേഹാഭിമാനിയായിട്ട് മാറിയിരിക്കുകയാണ് എന്നൊക്കെ പറയാറുണ്ടല്ലോ. അതാ ബാബ പറയണത്. അഭി തുമാരി സംഘ് ഹുവാ ഹേ സത്ത് ബാപ്പ് കെ സാത്ത് ജിസ്സേ തും തമോ പ്രധാൻ സേ സദോ പ്രധാൻ ബൻ ജാത്തേ ഹോ. അപ്പം ബാബ പറയുന്നത് ഇപ്പോൾ നമ്മളുടെ സംഘമാരുമായിട്ടാണ്, ബാബയുമായിട്ടാണ്, സത്യമായ ബാബയുടെ കൂടെയാണ് നമ്മളുടെ സംഘം. അതിലൂടെയാണ് നമ്മൾ എന്തായി മാറുന്നത്? തമോ പ്രധാനത്തിൽ നിന്നും സദോ പ്രധാനമായിട്ട് മാറുന്നത് എന്ന് ബാബ പറയാം. ബാബ കഹത്തെ ഹേ മേ ഏക് ഹി ബാർ ആതാ ഹൂം. ബാബ എന്താ പറയുന്നത്? ഞാൻ ഒരേ ഒരു പ്രാവശ്യം മാത്രമാണ് ഇവിടെ വരുന്നത്. അഭി ആത്മാ കാ പരമാത്മാ സേ സംഘ് ഹോനെ സേ തും 21 ജന്മ കെ ലിയേ പാർ ഹോ ജാത്തേ ഹോ. അപ്പോൾ ബാബ പറയുന്നത് ഇപ്പോൾ ആത്മാവിന് പരമാത്മാവിൻ്റെ സംഘം ലഭിച്ചതിലൂടെ നമ്മൾ എന്തായി മാറി? 21 ജന്മത്തേക്ക് നമ്മൾ അക്കരയെത്താണ് അല്ല, 21 ജന്മത്തേക്ക് നമ്മൾ അത്രയും സദോ പ്രധാനമായിട്ട് മാറാണ്. അതാണ് ബാബ പറയുന്നത്, ആത്മാവിൻ്റെ തോണി അക്കരയെത്താണ്, അതും 21 ജന്മത്തേക്കാണെന്ന് പറയാ ബാബ. ഫിർ തുംകോ സംഘ് ലഗ്താ ഹേ ദേഹ് കാ. പിന്നീട് നമുക്ക് എന്താകും? ദേഹത്തിൻ്റെ സംഘം ലഭിക്കും. യഹ് ബി ഡ്രാമ ബനാ ഹുവാ ഹേ. ഈ ഡ്രാമ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ്. ബാപ്പ് കഹത്തെ ഹേ മേരെ സാത്ത് തും ബച്ചോം കാ സംഘ് ഹോനെ സേ തും സദോ പ്രധാൻ ബൻ ജാത്തേ ഹോ ജിസ്കോ ഗോൾഡൻ ഏജ്ഡ് കഹാ ജാത്താ ഹേ. അപ്പോൾ ബാബ എന്താ പറയുന്നത്? നിങ്ങൾ കുട്ടികൾക്ക് ഞാനുമായിട്ടുള്ള സംഘം ലഭിച്ചതിലൂടെ നിങ്ങൾ സദോ പ്രധാനമായി മാറുന്നു. അതിനെ തന്നെയാണ് എന്ത് പറയുന്നത്? ഗോൾഡൻ ഏജ്ഡ് അല്ലേ? അതായത് സത്യയുഗം, സത്യമായ സ്വർണിമയുഗം എന്നൊക്കെ പറയില്ലേ? അതായത് ആത്മാവ് സദോ പ്രധാനമായിട്ട് എവിടെയാണ് ഇരിക്കുന്നത്? അത് തീർച്ചയായിട്ടും സത്യയുഗത്തിൽ തന്നെയാണ്. അതാണ് ബാബ പറയുന്നത്. സാധു സന്ത് ആദി തോ സമജ്തേ ഹേ ആത്മാ നിർലേബ് ഹേ സബി പരമാത്മാ ഹി പരമാത്മാ ഹേ. അതായത് ബാബ പറയാണ്, സാധു സന്യാസിമാരെല്ലാം അവരെന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? ആത്മാവ് നിർലേപമാണ്, എല്ലാം പരമാത്മാവ് തന്നെ പരമാത്മാവാണെന്നാണ് അവർ മനസ്സിലാക്കിയിരിക്കുന്നത്. അതായത് ആത്മാവ് നിർലേപമർത്ഥം ആത്മാവിൽ ഒന്നും തന്നെ പറ്റിപ്പിടിക്കില്ല, ആത്മാവ് നിർലേപമാണ്, ഒന്നും പറ്റിപ്പിടിക്കില്ല, എല്ലാം പരമാത്മാവ് തന്നെ പരമാത്മാവ് എന്നാണ് സാധു സന്യാസിമാർ മനസ്സിലാക്കുന്നതെന്ന് പറയാ ബാബ. തോ ഇസ്കാ മത്ലബ് പരമാത്മാമേം ഖാദ് പടി ഹേ. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? പരമാത്മാവിൽ കറ പറ്റിയിരിക്കുന്നു അല്ലേ, അഴുക്ക് പറ്റിയിരിക്കുന്നു, കളങ്കം പറ്റിയിരിക്കുന്നു എന്നാണല്ലോ അതിൻ്റെ അർത്ഥം എന്ന് ബാബ പറയാ. പരമാത്മാമേൻ തോ ഖാദ് പഡ് നഹി സക്തി. ഇപ്പം ബാബ പറയുന്നത്
പരമാത്മാവില് ഒരിക്കലും കളങ്കം വരില്ല, അഴുക്ക് വരില്ല എന്ന് ബാബ പറയാ. പരമാത്മാമേൻ തോ ഖാദ് പഡ് നഹി സക്തി. ബാപ്പ് കഹത്തെ ഹേ ക്യാ മുझ് പരമാത്മാമേൻ ഖാദ് പഡ്തി ഹേ. ബാബ ചോദിക്കുക നമ്മളുടെ അടുത്ത്, എന്താ പരമാത്മാവായ എന്നില് കളങ്കം വരുമോ എന്ന് ബാബ ചോദിക്കുക. നഹി, ഒരിക്കലുമില്ല എന്ന് ബാബ പറയാ. മേ തോ സദൈവ് परमधाम में रहता हूँ क्योंकि मुझे तो जन्म मरण में आना नहीं है. അപ്പോൾ ബാബ എന്താ പറയുന്നത്? ഒരിക്കലും പരമാത്മാവില് കളങ്കം വരില്ല. എന്തുകൊണ്ടാണ് ബാബ പറയുന്നത്? ഞാൻ പരമാത്മാവ് സദാ പരംധാമത്തിൽ ഇരിക്കുന്ന ആളാണ്. എന്തുകൊണ്ടെന്നാൽ എനിക്ക് ജനന മരണത്തിലേക്ക് വരിക സാധ്യമല്ല. ബാബ ഒരിക്കലും ജനന മരണത്തിലേക്ക് വരുന്നില്ല. സദാ ബാബ പരന്താമത്തിലാണ്. പിന്നെ ബാബയിൽ എങ്ങനെയാണ് കളങ്കം വരിക? പിന്നെ ബാബയിൽ എങ്ങനെയാണ് അഴുക്ക് പറ്റാന്ന് ബാബ ചോദിക്കുക. യഹ് തും ബच्चे जानते हो तुम्हारे में भी कोई का संग जास्ती है कोई का कम है. അപ്പൊ ബാബ പറയുന്നത് ഇതും നിങ്ങൾ കുട്ടികൾക്കറിയാം. നിങ്ങളില് ചിലർക്കാണെങ്കിൽ വളരെയധികം നല്ല കൂടുതൽ സംഘമുണ്ട്. കൂടുതൽ സംഘമർത്ഥം കൂടുതൽ ബാബയുടെ ഓർമ്മയുണ്ട്. ചിലരിലാണെങ്കിലോ അത് കുറച്ചേ ഉള്ളൂ എന്ന് ബാബ പറയാ. कोई तो अच्छी रीति पुरुषार्थ कर योग में रहते हैं जितना समय आत्मा बाप का संग करेगी उतना फायदा है. അപ്പൊ ബാബ പറയുന്നത് ചില കുട്ടികളോ നല്ല രീതിയിൽ പുരുഷാർത്ഥം ചെയ്ത് യോഗത്തിലിരിക്കും, ബാബയുടെ ഓർമ്മയിലിരിക്കും. അപ്പൊ ബാബ പറയുന്നത് നിങ്ങൾക്ക് എത്രമാത്രം സമയം ആത്മാവിന് പരമാത്മാവുമായി ലഭിക്കുന്നുവോ അല്ലെങ്കിൽ പരമാത്മാവിന്റെ ഓർമ്മയിൽ ഇരിക്കുന്നുവോ അത്രയും നേട്ടം തന്നെയാണെന്ന് ബാബ പറയാം. വികർമ്മ വിനാശ് ഹോങ്കെ, വികർമ്മ വിനാശമാകും. ബാപ്പ് കഹത്തെ ഹേ ഹേ ആത്മായേ മുझ് ബാപ്പ് കോ യാദ് കരോ മേരാ സംഗ് കരോ. ബാബ നമ്മൾ കുട്ടികളോട് പറയാണ്, അതായത് ആത്മാക്കളെ, അല്ലയോ ആത്മാക്കളെ, നിങ്ങൾ ഈ ബാബയുമായിട്ടുള്ള സംഘത്തിലിരിക്കൂ, എന്നെ ഓർമ്മിക്കൂ, എൻ്റെ സംഘത്തിലിരിക്കൂ എന്ന് ബാബ നമ്മൾ കുട്ടികളോട് പറയാണ്. മുझे യഹ് ശരീർ കാ ആധാർ തോ ലേനാ പടുത്താ ഹെ. അതായത് ബാബയ്ക്ക് തീർച്ചയായും ഒരു ശരീരം ആധാരമായിട്ട് എടുക്കണം അല്ലേ. നെഹി തോ പരമാത്മാ ബോലെ കൈസേ. ഇല്ലെങ്കിൽ പരമാത്മാ എങ്ങനെ നമ്മളോട് സംസാരിക്കും? ആത്മാ സുനെ കൈസേ, ആത്മാക്കൾ എങ്ങനെ കേൾക്കും അല്ലെ. അപ്പൊ പരമാത്മാവായ ബാബയ്ക്ക് നമ്മൾ കുട്ടികളെ ജ്ഞാനം കേൾപ്പിക്കണമെങ്കിൽ തീർച്ചയായും ഒരു ശരീരം ആധാരമെടുക്കണം അല്ലെ. കർമ്മേന്ദ്രിയങ്ങൾ വേണം, എങ്കിലല്ലേ ബാബയ്ക്ക് സംസാരിക്കാൻ സാധിക്കുള്ളൂ. അതാ ബാബ ചോദിക്കുന്നത്, ഞാനൊരു ശരീരം ആധാരമായിട്ട് എടുത്തില്ലെങ്കിൽ ഞാൻ എങ്ങനെ സംസാരിക്കും? നിങ്ങൾ ആത്മാക്കൾ എങ്ങനെ കേൾക്കും എന്ന് ബാബ ചോദിക്കാം. അബി തും ബച്ചേക്കെ സംഘ് ഹേ സത്ത് കെ സാത്ത്. ഇപ്പൊ നിങ്ങൾ കുട്ടികളുടെ സംഘം എന്ന് പറയുന്നത് സത്യത്തിന്റെ കൂടെയാണ് എന്ന് ബാബ പറയാം. സത്ത് ബാപ്പുക്കോ നിരന്തർ യാദ് കർണ ഹേ. സത്യമായ ബാബയെ നിങ്ങൾ നിരന്തരം ഓർമ്മിക്കണം. ആത്മാക്കോ സത്ത് കാ സംഘ് കർണ ഹേ. ആത്മാവിനെ തീർച്ചയായും സത്യമായ സംഘത്തിലിരിക്കണം. ആത്മാ ബി വണ്ടർഫുൾ ഹേ, പരമാത്മാ ബി വണ്ടർഫുൾ ഹേ, ദുനിയാ ബി വണ്ടർഫുൾ ഹേ. ബാബ പറയുന്നത് ആത്മാവും അത്ഭുതമാണ്, പരമാത്മാവും അത്ഭുതമാണ്, ഈ ലോകവും അത്ഭുതമാണ് എന്ന് ബാബ പറയാം. യഹ് ദുനിയ കൈസേ ചക്ര ലഗാത്തി ഹേ വണ്ടർ ഹേ. ഈ ഒരു ലോകം എങ്ങനെയാണ് കറങ്ങുന്നത് എന്ന്, അത് വളരെ അത്ഭുതകരമാണ് എന്ന് ബാബ പറയാം. തും സാരെ ഡ്രാമേം ഓൾറൗണ്ടർ പാർട്ട് ബജാത്തെ ഹോ. നിങ്ങൾ കുട്ടികള് മുഴുവൻ ഡ്രാമയിലും ഓൾറൗണ്ടർ പാർട്ടാണ് അഭിനയിക്കുന്നത്. ഓൾറൗണ്ടർ എന്ന് പറയുമ്പോൾ ആദ്യം മുതൽ അന്തിമം വരെ നമ്മൾ പാർട്ട് അഭിനയിക്കുന്നുണ്ട്. തുമാരി ആത്മാമേം 84 ജന്മോം കാ പാർട്ട് നൂന്താ ഹുവാ ഹേ വണ്ടർ ഹേ. ബാബ പറയുന്നത് നിങ്ങൾ ആത്മാക്കളിൽ തന്നെയാണ് 84 ജന്മത്തിന്റെ പാർട്ട് അടങ്ങിയിരിക്കുന്നത്. അതത്രയും അത്ഭുതകരമല്ലേ എന്ന് ബാബ ചോദിക്കാം. സത്യയുഗി ആത്മായേം ഓർ ആജ്കൽ കി ആത്മായേം ഉസ്സേ മീ തുമാരി ആത്മാ സബ്സെ ജാസ്തി ഓൾറൗണ്ടർ ഹേ. ഇപ്പൊ സത്യയുഗത്തിലെ ആത്മാക്കളെയും ഇപ്പോഴത്തെ ആത്മാക്കളെയും നോക്കുകയാണെങ്കിൽ ബാബ പറയുന്നത് നിങ്ങളിലാണ് കൂടുതൽ ഓൾറൗണ്ടർ പാർട്ടുള്ളത് എന്ന് ബാബ പറയാം. നാടകമേം കോയി കാ ശുരു സെ പാർട്ട് ഹോത്താ ഹേ, കോയി കാ ബീച്ച് സെ,
കോയി കാ പിച്ചാടി മേ പാർട്ട് ഹോത്താ ഹെ. അപ്പം ബാബ പറയുന്നത് ഒരു നാടകം എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ചിലർക്ക് എങ്ങനെയാണ് തുടക്കം മുതലേ പാർട്ടുണ്ടായിരിക്കും, ചിലർ ഇടയിൽ വരും, ചിലരുടെ ആണെങ്കിലോ അവസാനത്തെ പാർട്ടുണ്ടായിരിക്കും. അപ്പം നമുക്കറിയാലോ, ചിലർ തുടക്കം മുതൽ ഫസ്റ്റ് സീൻ മുതൽ ലാസ്റ്റ് സീൻ വരെയുള്ള എല്ലാത്തിലും ചില ആളുകൾ പാർട്ട് അഭിനയിക്കും. ചിലരിടയിലായിരിക്കും വരിക, ചിലരെപ്പോഴായിരിക്കും ലാസ്റ്റ് സീനിൽ മാത്രമായിരിക്കും ചിലപ്പോൾ ഉണ്ടാകുക. അതാണ് ബാബ പറയുന്നത്. ഒരു നാടകത്തിൽ അങ്ങനെയാണല്ലോ എന്ന് ബാബ പറയാം. വഹേ സബ് ഹദ് കെ ഡ്രാമ വഹ് ബി അബി നിക്കലേ ഹെ. അപ്പൊ ബാബ പറയുന്നത് അതെല്ലാം പരിധിയുള്ള നാടകമാണെന്ന് ബാബ പറയാ. ഇപ്പോഴതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്ന് പറയാ ബാബ. അബ് സയൻസ് കാ ഇത്ന ജോർ ഹെ. ഇപ്പോ സയൻസിന്റെ കാര്യം നോക്കണമെങ്കിൽ വളരെ ശക്തിയുണ്ടെന്ന് പറയാ ബാബ സയൻസിന്. സത്യയുഗമേം കിത്തന ഉൻകാ ബൽ രഹേഗെ. സത്യയുഗത്തിലും സയൻസിന് ഒരുപാട് ശക്തി ഉണ്ടായിരിക്കും എന്ന് ബാബ പറയാ. നയി ദുനിയ കിത്തന ജൽദി ബൻതി ഹോഗി. പുതിയ ലോകം എത്ര പെട്ടെന്നാണ് ഉണ്ടാക്കുക എന്ന് ബാബ പറയാ. വഹാം പവിത്രതാക്ക ബൽ ഹേ മുഖ്യ. സത്യയുഗത്തിലാണെങ്കിലോ പവിത്രതയുടെ ബലമാണ് മുഖ്യമായിട്ടുള്ളത് എന്ന് ബാബ പറയാ. അബീഹെ നിർബൽ. ഇപ്പോഴാണെങ്കിലോ എല്ലാവരും നിർബലരാണ്. വഹാം ഹേ ബലവാൻ. അവിടെയോ സത്യയുഗത്തിൽ ബലവാന്മാരായിരിക്കും. അപ്പൊ സത്യയുഗത്തിലത്തെ ഏറ്റവും മുഖ്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ്? പവിത്രതയുടെ ബലാണ്. ഇവിടെയാണെങ്കിലോ പവിത്രതയില്ല, അതുകൊണ്ട് തന്നെ ഇവിടെ നിർബലരാണ് എന്ന് ബാബ പറയാ. യഹ് ലക്ഷ്മി നാരായൺ ബലവാൻ ഹേന. ഈ ലക്ഷ്മി നാരായണൻ വളരെ ബലവാനല്ലേ, വളരെ ശക്തിശാലികളല്ലേ എന്ന് ബാബ പറയാ. അഭി രാവൺ ने बल छीन लिया है, फिर तुम उस रावण पर जीत पाकर कितना बलवान बनते हो. ബാബ പറയുന്നത് ഇപ്പോൾ രാവണനാണ് ഈ നമ്മളുടെ ശക്തിയെല്ലാം തട്ടിയെടുത്തത്. പിന്നീട് എന്തുണ്ടാകും? നിങ്ങൾ അതേ രാവണന് മുകളിൽ വിജയം പ്രാപിച്ച് നിങ്ങൾ വളരെയധികം ശക്തിവാനായിട്ട് മാറുമെന്ന് ബാബ പറയാം. ജിത്തന സത്ത് കാ സംഗ് കരേങ്കെ അർത്ഥാത് ആത്മാ ജിത്തന സത്ത് ബാപ്പ് കോ യാദ് കർത്തി ഹേ ഉത്തന ബൽവാൻ ബൻതി ഹേ. അതായത് ബാബ പറയുന്നത് എത്രത്തോളം നിങ്ങൾ സത്യമായ സംഘത്തിലിരിക്കുന്നുവോ, അതായത് അർത്ഥം എന്താണ്? ആത്മാവ് എത്രത്തോളം സത്യമായ ബാബയെ ഓർമ്മിക്കുന്നുവോ അത്രയും നിങ്ങൾ ബലവാനായിട്ട് മാറും എന്ന് ബാബ പറയാം. പടായി മേംബി ബൽ തോ ബിൽത്താ ഹേന. പഠിപ്പിലും ശക്തി ലഭിക്കുന്നുണ്ടല്ലോ എന്ന് ബാബ പറയാം അല്ലെ. അറിവെപ്പോഴും ഒരു ശക്തിയാണല്ലോ. ബാബ പറയുന്നതാണ് പഠിത്തത്തിലൂടെയും നിങ്ങൾക്ക് ശക്തി ലഭിക്കുന്നുണ്ട്. തുംകോ ബി ബൽ മിൽത്താ ഹേ സാരെ വിശ്വ പർ തും ഹുക്കും ചലാത്തേ ഹോ. ബാബ പറയുന്നത് നിങ്ങൾ കുട്ടികൾക്കും ശക്തി ലഭിക്കും, അതായത് നിങ്ങൾ ഈ മുഴുവൻ വിശ്വത്തിന് മുകളിലും രാജ്യം ഭരിക്കും. അപ്പം നമ്മൾക്ക് അത്രയും ശക്തി ലഭിക്കുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ മുഴുവൻ വിശ്വത്തിലും രാജ്യം ഭരിക്കുന്ന ബാബ പറയാ. ആത്മാ കാ സത്ത് കെ സാത്ത് യോഗ് സംഗം പർ ഹി ഹോത്താ ഹെ. ബാബ പറയുന്നത് ആത്മാവിന് സത്യത്തിന്റെ കൂടെയുള്ള ആ ഒരു യോഗം അല്ലെങ്കിൽ ഓർമ്മ എന്ന് പറയുന്നത് ഈ സംഗമയുഗത്തിലാണ് ഉണ്ടാകുന്നത് അല്ലെ. സംഗമയുഗത്തിലാണ് ബാബ വരുന്നത്, സത്യമായ ബാബ വരുന്നത് സംഗമയുഗത്തിലാണ്. അപ്പോഴാണ് ആത്മാക്കൾക്ക് സത്യമായ സംഘം ലഭിക്കുന്നത് എന്ന് ബാബ പറയാം. बाप कहते हैं आत्मा को मेरा संग मिलने से आत्मा बहुत बलवान बन जाती है. ബാബ പറയുന്നത് ആത്മാവിന് സത്യമായ എൻ്റെ സംഘം ലഭിക്കുന്നതിലൂടെ ആത്മാവ് വളരെയധികം ബലവാനായിട്ട് മാറുന്നു എന്ന് ബാബ പറയാം. ബാപ്പ് വേൾഡ് ഓൾമൈറ്റി അതോറിറ്റി ഹേന ഉൻ ദ്വാര ബൽ മിൽത്താ ഹെ. ബാബയാണെങ്കിലോ സർവശക്തിവാനല്ലേ. അപ്പൊ ആ സർവശക്തിവാനായ ബാബയിലൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബലം കിട്ടുന്നു എന്ന് ബാബ പറയാം. ഇസ്മേം സബ് വേദോം ശാസ്ത്രോം കെ ആദി മധ്യ അന്ത് ക ജ്ഞാൻ ആ ജാത്താ ഹെ. ഇതില് എല്ലാ വേദശാസ്ത്രങ്ങളുടെയും ആദി മധ്യ അന്ത്യത്തിന്റെ ജ്ഞാനം വരുന്നുണ്ട് എന്ന് ബാബ പറയാം. ജൈസെ ബാപ്പ് ഓൾമൈറ്റി ഹേ തും ബി ഓൾമൈറ്റി ബൻതേ ഹോ. ബാബ പറയുന്നത് എങ്ങനെയാണോ ബാബ സർവശക്തിവാനായിട്ടിരിക്കുന്നത് അതുപോലെ നിങ്ങൾ കുട്ടികളും സർവശക്തിവാനായിട്ട് മാറേണ്ടതുണ്ടെന്ന് ബാബ പറയാം. വിശ്വപർ തും രാജ് കർത്തേ ഹോ. വിശ്വത്തിനു മേലെ നിങ്ങൾ രാജ്യം ഭരിക്കുന്നു.
തുംസെ കോയി ചീൻ നഹി സക്ത. ഈ ഒരു നമ്മളുടെ ആ ഒരു സമ്പത്തുണ്ടല്ലോ, ആ രാജ്യാധികാരം, അത് വേറൊരാൾക്കും തട്ടിയെടുക്കാൻ സാധിക്കില്ല എന്ന് ബാബ പറയാം. തുംകോ മേരെ ദ്വാര കിത്ന ബൽ മിൽത്താ ഹേ, ഇൻകോ ബി ബൽ മിൽത്താ ഹേ. ജിത്തന ബാപ്പ് കോ യാദ് കരേങ്കെ ഉത്തന ബൽ മിലേഗ. അപ്പൊ ബാബ പറയുന്നത്, നിങ്ങൾ കുട്ടികൾക്കും എന്നിലൂടെ എത്ര ശക്തിയാണ് ലഭിക്കുന്നത്. അതുപോലെ ബാബ പറയുന്നത്, ഈ ബ്രഹ്മബാബയ്ക്കും ശക്തി ലഭിക്കുന്നുണ്ടല്ലോ, ഈ ബ്രഹ്മബാബയ്ക്കും ശക്തി ലഭിക്കുന്നുണ്ട്. എത്രത്തോളം നിങ്ങൾ ബാബയുടെ ഓർമ്മയിൽ ഇരിക്കുന്നുവോ അത്രയും നിങ്ങൾക്ക് ശക്തി ലഭിക്കും. ശക്തി ലഭിക്കുക തന്നെ ചെയ്യുന്ന ബാബ പറയാം. ബാപ്പ് ഓർ കോയി തക്ലീഫ് നഹി ദേത്തെ ഹെ. ബാബ വേറെ ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് നൽകുന്നില്ല. സിർഫ് യാദ് കർണ ഹെ ബസ്. കേവലം ബാബയെ ഓർമ്മിക്കുക, അത്രമാത്രം അല്ലേ. ബാബ നമുക്ക് ഒരു ബുദ്ധിമുട്ടും തരുന്നില്ല. ഭക്തിമാർഗത്തിലാണെങ്കിലോ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ ഈ ജ്ഞാനമാർഗത്തിലേക്ക് വരുമ്പോൾ ബാബ പറയുന്നത്, നിങ്ങൾക്ക് വേറെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഞാൻ നൽകുന്നില്ല, കേവലം എന്നെ ഓർമ്മിക്കുക, അത്രമാത്രം ബാബ പറയാം. 84 ജന്മോം കാ ചക്ര അബ് പൂരാ ഹുവാ ഹെ, അബ് വാപ്പസ് ജാനാ ഹെ. അപ്പൊ ബാബ പറയുന്നത്, 84 ജന്മത്തിന്റെ ആ ചക്രം ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്, ഇപ്പോൾ നമ്മൾക്ക് തിരിച്ചു പോകേണ്ടതാണ്. യഹ് സമജ്ന കോയി ബഡി ബാത്ത് നഹി ഹെ. ഇത് മനസ്സിലാക്കുക എന്ന് പറയുന്നത്, ബാബ പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല എന്ന് ബാബ പറയാം. ജാസ്തി റോസ്ഗാരി മേം ജാനെ കി തോ ദർക്കാർ നഹി ഹെ. ബാബ പറയുന്നത്, കൂടുതൽ അപ്രസക്തമായ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലേക്ക് നിങ്ങൾ കൂടുതൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയാം ബാബ. അതായത് അത്രയും ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ലാത്ത കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് നമ്മൾ തലയിടേണ്ട കാര്യമൊന്നുമില്ല എന്ന് ബാബ പറയാം. ബീജ് കോ ജാൻതേ സേ സമജ് ജാതേ ഹേ, ഇൻസേ യഹ് സാരാ ജാഡ് ഏസെ നിക്കൽത്താ ഹേ. അതായത് ബാബ പറയുന്നത്, ബീജത്തെ അറിയുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ഇതിൽ നിന്നും എങ്ങനെയാണ് ഈ മുഴുവൻ വൃക്ഷവും വരുന്നതെന്ന്, അല്ലെ. ബീജത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നും എങ്ങനെയാണ് ഈ മുഴുവൻ വൃക്ഷവും വരുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ബാബ പറയാം. നട്ഷേൽമേം ബുദ്ധിമേം ആജാത്തേ ഹേ. സാരാംശം തീർച്ചയായിട്ടും ബുദ്ധിയിൽ വരുന്ന ബാബ പറയാം. യഹ് ബഡി വിചിത്ര ബാത്തേം ഹേ. ഇതെല്ലാം വിചിത്രമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് ബാബ പറയാം. ഭക്തിമാർഗമേം മനുഷ്യ കിത്തനെ ധക്കേ കാത്തേ ഹേ, മെഹനത്ത് കർത്തേ ഹേ, മിൽത്ത കുച്ച് ബി നഹി. ബാബ പറയാണ്, ഭക്തി മാർഗത്തിൽ നോക്കുകയാണെങ്കിൽ മനുഷ്യര് എത്രമാത്രം ബുദ്ധിമുട്ടുന്നു, എത്രമാത്രം പരിശ്രമിക്കുന്നു, പക്ഷേ ഒന്നും കിട്ടുന്നില്ല എന്ന് പറയാം ഭക്തിയിലൂടെ, അല്ലേ. അല്പകാലത്തെയൊക്കെ സുഖം കിട്ടുമായിരിക്കും, പക്ഷെ ബാബ പറയുന്നത്, ഇത്രയും പരിശ്രമമാണല്ലോ ചെയ്യുന്നത്, എത്രയാകെ ജപതപങ്ങളും തീർത്ഥയാത്രകളും വ്രതെടുക്കലും, എത്രമാത്രം പരിശ്രമങ്ങളാണ് ഭക്തി മാർഗത്തിൽ ചെയ്യുന്നത്. പക്ഷെ ബാബ പറയുന്നത് അതിനനുസരിച്ചുള്ള ഫലം കിട്ടുന്നില്ല, ഒന്നും ലഭിക്കുന്നില്ല എന്ന് പറയാ ബാബ. ഫിർ ബി ബാപ് ആക്കർ തുംകോ വിശ്വ കാ മാലിക് ബനാത്തേ ഹേ. പിന്നീട് ബാബ തന്നെ വന്നിട്ടാണ് നിങ്ങളെ വിശ്വത്തിന്റെ അധികാരിയാക്കി മാറ്റുന്നത്. ഹം योग बल से विश्व का मालिक बनते हैं, യഹി പുരുഷാർത്ഥ കർണ ഹെ. ബാബ പറയുന്നത്, നമ്മൾ യോഗബലത്തിലൂടെയാണ് വിശ്വത്തിന്റെ അധികാരികളായിട്ട് മാറുന്നത്. ഈ ഒരു പുരുഷാർത്ഥം നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണമെന്ന് ബാബ പറയാ. ഭാരത് കാ योग മഷ്ഹൂർ ഹെ. ഭാരതത്തിന്റെ യോഗം എന്ന് പറയുന്നത് പ്രസിദ്ധമാണ് എന്ന് ബാബ പറയാം. योग से तुम्हारी आयु कितनी बड़ी हो जाती है. യോഗത്തിലൂടെ തന്നെയാണ് നിങ്ങളുടെ ആയുസ് വർദ്ധിക്കുന്നത്. എത്രമാത്രം നിങ്ങളുടെ ആയുസ് വർദ്ധിക്കുന്നു യോഗത്തിലൂടെ എന്ന് ബാബ പറയാം. സത്ത് കെ സംഗ് സേ കിത്തന ഫായദ ഹോത്താ ഹേ, ആയു ബി ബഡി ഓർ കായ ബി നിരോഗി ബൻ ജാത്തി ഹേ. ബാബ പറയുന്നത്, സത്യമായ സംഘത്തിലൂടെ നിങ്ങൾക്ക് എത്രമാത്രം നേട്ടങ്ങളാണ് ലഭിക്കുന്നത് എന്ന് ബാബ പറയാം. അതായത് ആയുസ്സും നിങ്ങളുടെ ഉയരും, അതായത് ദീർഘായുസ്സാകും. അതുകൂടാതെ ശരീരവും നിങ്ങൾക്ക് നിരോഗി ശരീരം ലഭിക്കുന്നു എന്ന് പറയാ ബാബ. യഹ് സബ് ബാത്തേ തും ബച്ചോം കി ബുദ്ധി മേം ഹി ബിട്ടായി ജാത്തി ഹേ. ഈ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിൽ തന്നെയാണ് ഇരുത്തുന്നതെന്ന് പറയാ ബാബ. കാരണം ബാബ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുകയാണല്ലോ. അപ്പൊ ഈ എല്ലാ കാര്യങ്ങളും ബാബ നമ്മൾ കുട്ടികളുടെ ബുദ്ധിയിലാണ് ഇരുത്തുന്നത്. അതായത് ഇപ്പൊ ഇന്ന് ബാബ പറയുന്നത് മുഴുവൻ എന്താണ്,
സത്യമായ സംഘത്തിലിരിക്കുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളാണ് അല്ലേ. और कोई का भी सत्य के साथ संग नहीं है सिवाई तुम ബ്രാഹ്മണോं के. ബാബ പറയുന്നത് നിങ്ങൾ ബ്രാഹ്മണരെ കൂടാതെ വേറെ ആർക്കും സത്യമായ സംഘം ലഭിക്കുന്നില്ല എന്ന് ബാബ പറയാം. തും പ്രജാപിത ബ്രഹ്മാക്കി സന്താൻ ഹോ ദാദേ പോത്രോ ഹോ. ബാബ പറയുന്നത് നിങ്ങൾ പ്രജാപിത ബ്രഹ്മാവിൻ്റെ സന്താനങ്ങളാണ്, അതുപോലെ മുത്തച്ഛൻ്റെ പേരക്കുട്ടികളുമാണ്. तो इतनी खुशी होनी चाहिए ना कि हम ദാദേ പോത്രേ ഹേ. ബാബ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം സന്തോഷം ഉണ്ടായിരിക്കണം, ഞങ്ങൾ മുത്തച്ഛൻ്റെ പേരക്കുട്ടികളാണ് എന്ന കാര്യത്തിൽ, അതായത് ശിവബാബയുടെ അല്ലേ. അപ്പം നമുക്ക് എത്രമാത്രം സന്തോഷം ഉണ്ടായിരിക്കേണ്ടതാണെന്ന് ബാബ പറയാം. വർഷാബി ദാദേ സേ മിൽത്താ ഹേ യഹി യാദ് കി യാത്ര ഹേ. ബാബ പറയുന്നത് സമ്പത്തും നമുക്കാരിൽ നിന്നാണ് കിട്ടുക, മുത്തച്ഛനിൽ നിന്നാണ് സമ്പത്തും ലഭിക്കുക. ഇതും ബാബ പറയുന്നത് ഓർമ്മയുടെ യാത്രയാണ്. ബുദ്ധിമേം യഹി സിമരൻ രഹന ചാഹിയെ. ബുദ്ധിയിൽ ഈ ഒരു കാര്യം നിങ്ങൾക്ക് സ്മൃതിയിൽ ഉണ്ടായിരിക്കണമെന്ന് ബാബ പറയാ. ഉൻ സത്സംഗോമേ തോ ഏക് ജഗഹ് ജാക്കർ ബൈഠത്തെ ഹേ യഹാം വഹ് ബാത്ത് നഹി. ഇപ്പം സാധാരണ പുറത്തുള്ള ലോകത്തിലുള്ള സത്സംഗങ്ങളിൽ നമ്മൾ പോകുമ്പോൾ അവിടെ പോയിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെയാണെങ്കിലോ അങ്ങനെയുള്ള ഒരു കാര്യവും ഇല്ല എന്ന് ബാബ പറയാ. ऐसे नहीं कि एक जगह बैठने से ही सत्य का संग होगा. ബാബ പറയുന്നത് ഇങ്ങനെയൊന്നുമില്ല, അതായത് ഒരു സ്ഥലത്ത് ഇരുന്നെങ്കിൽ മാത്രമേ സത്യമായ സംഘം ഉണ്ടാകൂ, അങ്ങനെയൊന്നുമില്ല എന്ന് ബാബ പറയാ. ഉഠ്തേ ബൈഠ്തേ ചൽത്തേ ഫിർത്തേ ഹം സത്ത് കെ സംഗ് മേം ഹേ. ബാബ പറയുന്നത് ബാബയുടെ ഓർമ്മയിലാണോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ നടക്കുമ്പോഴും കറങ്ങുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം എപ്പോഴും നമ്മൾ ബാബയുടെ ഓർമ്മയിലാണെങ്കിൽ അത് തീർച്ചയായിട്ടും സത്യമായ സംഘം തന്നെയാണെന്ന് പറയാം. അല്ലാതെ ഒരു സ്ഥലത്ത് മാത്രമായിട്ടിരിക്കുക എങ്കിൽ മാത്രമേ സത്യമായ സംഘമുള്ളൂ, അങ്ങനെയൊന്നുമില്ല എന്ന് ബാബ പറയാം. നിങ്ങൾ ബാബയുടെ ഓർമ്മയിൽ നടക്കുമ്പോൾ കറങ്ങുമ്പോൾ ചുറ്റിക്കറങ്ങുമ്പോഴൊക്കെ ബാബയുടെ ഓർമ്മയിലാണെങ്കിൽ അതും സത്യമായ സംഘമാണ്, അതായത് സത്യമായ ഓർമ്മ തന്നെയാണെന്ന് ബാബ പറയാം. അഗർ ഉൻകോ യാദ് കർത്തേ ഹേത്തോ, അതായത് ബാബയെ ഓർമ്മിക്കുന്നുണ്ടെങ്കിൽ മാത്രം. നമ്മൾ നടക്കുമ്പോഴും കറങ്ങുമ്പോഴും ബാബയുടെ ഓർമ്മയിലല്ല എങ്കിൽ അത് സത്യമായ സംഘമല്ല. ബാബ പറയുന്നത് അഗർ ഉൻകോ യാദ് കർത്തേ ഹോത്തോ, ബാബയെ ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ജോലികൾ ചെയ്യുമ്പോഴും നിങ്ങൾ സത്യമായ സംഘത്തിൽ തന്നെയാണ് എന്ന് ബാബ പറയാം. യാദ് നഹി കർത്തേ ഹേത്തോ ദേഹാഭിമാൻ മേ ഹേ ദേഹത്തോ അസത്ത് ചീസ് ഹേന. ബാബ പറയുന്നത് ഓർമ്മയിൽ ഇരിക്കുന്നില്ല എങ്കിൽ അവിടെ പിന്നെ എന്താണ്, ദേഹാഭിമാനത്തിലാണ്. ദേഹാഭിമാനത്തിലാണെന്ന് ബാബ പറയാ. ദേഹം എന്ന് പറയുന്നത് അസത്യമായൊരു വസ്തുവാണ് എന്ന് ബാബ പറയാ. ദേഹക്കോ സത്ത് നഹി കഹേങ്കെ, അതായത് ദേഹത്തെ ഒരിക്കലും സത്യം എന്ന് പറയില്ല. ശരീരത്തോ ജഡ് ഹേ, ശരീരം എന്ന് പറയുന്നത് ജഡമാണ്. 5 തത്വം കാ ബനാ ഹുവ, അതായത് 5 തത്വങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ജഡമാണ് ശരീരം എന്ന് പറയാ ബാബ. ഉന്മേം ആത്മാ നെഹി ഹോത്തി തോ ചുർപുർ നാ ഹോ. ബാബ പറയുന്നത് ആ 5 തത്വങ്ങൾ കൊണ്ടുണ്ടാക്കിയ ശരീരത്തില് ആത്മാവില്ല എങ്കിൽ പിന്നെ അതെന്താണ്, ജഡം തന്നെയാണ്. മനുഷ്യക്ക് ശരീർ കി തോ വാല്യൂ ഹേ നെഹി, മനുഷ്യന്റെ ശരീരത്തിലാണെങ്കിലോ വാല്യൂ ഇല്ല എന്ന് പറയാ ബാബ. ഓർ സബ്കെ ശരീർ കി വാല്യൂ ഹേ, ബാക്കി ശരീരത്തിനൊക്കെ വിലയുണ്ടെന്ന് പറയാ ബാബ. മനുഷ്യ ശരീരത്തിനാണെങ്കിൽ വിലയില്ല എന്ന് പറയാ ബാബ. സൗഭാഗ്യത്തോ ആത്മാക്കോ മിൽനാ ഹേ മേ ഫലാനാ ഹോം ആത്മാ കഹത്തി ഹേന. ബാബ പറയുന്നത് സൗഭാഗ്യം ലഭിക്കേണ്ടത് ആർക്കാണ്, ആത്മാവിനാണ് സൗഭാഗ്യം ലഭിക്കേണ്ടത്. ഞാൻ ഇന്നയാളാണ് എന്നൊക്കെ പറയുന്നത് അല്ലേ, ഞാൻ പ്രസിഡന്റാണ് അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററാണ് ഡോക്ടറാണ് എന്നൊക്കെ പറയുന്നത് ആരാണ്, ആത്മാവ് തന്നെയാണ് പറയുന്നത്. ബാപ്പ് കഹത്തെ ഹേ ആത്മാ കൈസി ഹോ ഗയി ഹേ കൈസി ഹോ ഗയി ഹേ അണ്ടേ കച്ച് മച്ച് സബ് കാ ജാതി ഹേ. ബാബ പറയുന്നത് ആത്മാവ് എങ്ങനെയായിട്ട് മാറിപ്പോയി, അതായത് മോശമായത് കഴിക്കാൻ തുടങ്ങി, മുട്ടയും മത്സ്യവും മാംസവും എല്ലാം കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് അത്രയും ആത്മാവ് തമോ പ്രധാനമായെന്ന് പറയാണ് ബാബ. ഹർ ഏക് ഭസ്മാസുർ ഹേ
അപ്പനേക്കോ ആപ്പേ ഹി ഭസ്മ കർത്തേ ഹെ. ബാബ പറയുന്നത് എല്ലാവരും ഭസ്മാസുരനായിട്ട് മാറിയിരിക്കാന്ന് ബാബ പറയാ. അതായത് സ്വയത്തിനെ തന്നെ കത്തിക്കുകയാണ്. അതാണ് ബാബ പറയുന്നത്. കാം ചിതാ പർ ബൈട്ട് ഹർ ഏക് അപ്പനേക്കോ ഭസ്മ കർ രഹേ ഹേ തോ ഭസ്മാസുർ ടഹരേന. ബാബ പറയുന്നത് കാമചിതയിൽ ഇരുന്നു കൊണ്ട് എല്ലാവരും അവരവരെ തന്നെ കത്തിക്കുകയാണ്. അപ്പൊ പിന്നെ ഭസ്മാസുരൻ എന്ന് തന്നെയല്ലേ പറയുക എന്ന് ബാബ പറയാം. അബീത്തും ഗ്യാൻ ചിതാ പർ ബൈട്ട് ദേവത ബൻതേ ഹോ. ഇപ്പൊ നിങ്ങൾ കുട്ടികൾ ഇപ്പോൾ എന്താ ചെയ്യുന്നത്? ജ്ഞാനചിതയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ദേവതയായിട്ട് മാറുകയാണ്. സാരി ദുനിയ കാം ചിതാ പർ ബൈട്ട് ഭസ്മ ഹോ ഗയി ഹേ. മുഴുവൻ ലോകവും കാമചിതയിൽ ഇരുന്നിട്ട് ഭസ്മമായി മാറിയിരിക്കുകയാണ്. തമോ പ്രധാൻ കാലി ഹോ ഗയി ഹേ. ബാബ പറയുന്നത് തമോ പ്രധാനമായി കറുത്തു പോയിരിക്കുന്നു എന്ന് പറയാം. കാരണം കാമചിതയിൽ ഇരുന്നു കൊണ്ട്. നിങ്ങൾ കുട്ടികളാണെങ്കിൽ ഇപ്പോൾ ജ്ഞാനചിതയിൽ ഇരുന്നു കൊണ്ട് ദേവതയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ബാബ പറയാം. ബാപ്പ് ആത്തേ ഹേ ബച്ചോം കോ കാലേ സെ ഗോര ബനാനെ. ബാബ എന്തിനാണ് വന്നിരിക്കുന്നത്? കുട്ടികളെ കറുത്തതിൽ നിന്നും വെളുത്തവരാക്കി മാറ്റാനാണ്. तो बाप बच्चों को समझाते हैं देह अभिमान छोड़ अपने को आत्मा समझो. ബാബ വന്നിരിക്കുന്നത് കുട്ടികളെ കറുത്തതിൽ നിന്നും വെളുത്തവരാക്കാനാണ്. അപ്പം അതുകൊണ്ട് ബാബ എന്താ മനസ്സിലാക്കി തരുന്നത്? ഇപ്പൊ നിങ്ങൾ കുട്ടികൾ ദേഹാഭിമാനം ഉപേക്ഷിച്ച് സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. बच्चे स्कूल में पढ़ते हैं फिर पढ़ाई तो घर में रहते भी बुद्धि में रहती है ना. അപ്പം ബാബ പറയുന്നത് കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്, പിന്നീട് തിരിച്ച് വീട്ടിൽ വന്നിട്ട് വീട്ടിലും ഇരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, അപ്പോഴും അത് ബുദ്ധിയിലിരിക്കുന്നില്ലേ? ഇപ്പോൾ സ്കൂളിൽ പഠിക്കുകയാണെങ്കിലും വീട്ടിൽ തിരിച്ചു വന്ന് ആ പഠിപ്പ് പഠിക്കുകയാണെങ്കിലും നിങ്ങൾക്കത് ബുദ്ധിയിലിരിക്കുന്നില്ലേ എന്ന് ബാബ ചോദിക്കാം. യഹ്ബി തുമാരി ബുദ്ധിമേം രഹനി ചാഹിയേ. ഈ ഒരു കാര്യവും നിങ്ങളുടെ ബുദ്ധിയിൽ ഇരിക്കേണ്ടതാണ് എന്ന് ബാബ പറയാം. യഹ് ഹേ തുമാരി സ്റ്റുഡൻസ് ലൈഫ്. ബാബ പറയുന്നത് ഇതാണ് നിങ്ങളുടെ വിദ്യാർത്ഥി ജീവിതം. എയിം ഒബ്ജക്റ്റ് സാമനെ കടി ഹേ. ബാബ പറയുന്നത് നിങ്ങളുടെ ലക്ഷ്യം മുന്നിലുണ്ട്. ഉഠ്തേ ബൈഠ്തേ ചൽത്തേ ബുദ്ധിമേം യഹ് നോളേജ് രഹനി ചാഹിയേ. ബാബ പറയുന്നത് എണീക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും എല്ലാം നിങ്ങളുടെ ബുദ്ധിയിൽ ഈ നോളജ്, ഈ അറിവ് ഉണ്ടായിരിക്കേണ്ടതാണ് എന്ന് ബാബ പറയാം. യഹാം ബच्चे आते हैं रिफ्रेश होते हैं യുക്തിയാം സമജായി ജാതി ഹേ കി ഏസേ ഏസേ സമജാവോ. ബാബ പറയുന്നത് ഇവിടെ കുട്ടികൾ വരുന്നത് റിഫ്രഷ് ആകുന്നതിനാണ്. എവിടെ? മധുബനിൽ കുട്ടികൾ വരുന്നത് റിഫ്രഷ് ആകാനാണ്. റിഫ്രഷായി മാറി അവരെന്താ ചെയ്യുക? യുക്തികൾ മനസ്സിലാക്കും. അതായത് എങ്ങനെയൊക്കെയാണ് ഈ ബാബയുടെ പരിചയം കൊടുക്കുക, ബാബ തരുന്ന നോളജ് മറ്റുള്ളവർക്ക് എങ്ങനെയൊക്കെ കൊടുക്കണം എന്നുള്ള യുക്തികളെല്ലാം അവിടെ വന്നിട്ടാണ് കുട്ടികൾ മനസ്സിലാക്കുന്നത്. ദുനിയാമേ ഡേർ കെ ഡേർ സത്സംഗ് ഹോത്തേ ഹേ. ലോകത്തിലാണെങ്കിലോ ഒരുപാട് സത്സംഗങ്ങളുണ്ടെന്ന് ബാബ പറയാ. കിത്തനെ മനുഷ്യാക്കർ ഇക്കട്ടെ ഹോത്തേ ഹേ. എത്രമാത്രം മനുഷ്യരാണ് വന്നിട്ട് ഒരുമിക്കുന്നത് അല്ലെ? സത്സംഗങ്ങളിൽ ഒരുപാട് മനുഷ്യർ വന്ന് ഒരുമിക്കുന്നുണ്ടല്ലോ. വാസ്തവമേം വഹ് സത്ത് കാ സംഗ് തോ ഹേ നഹി. ബാബ പറയുന്നത് വാസ്തവത്തിൽ അത് സത്യമായ സംഘം തന്നെയല്ല എന്ന് ബാബ പറയാം. സത്ത് കാ സംഗ് തോ അബി തും ബച്ചോം കോ ഹി മിൽത്താ ഹേ. ബാബ പറയുന്നത് സത്യമായ സംഘം ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് മാത്രമാണ് ലഭിക്കുന്നത് എന്ന് ബാബ പറയാം. ബാപ്പ് ഹിയാക്കർ സത്യയുഗ് സ്ഥാപൻ കർത്തേ ഹേ. ബാബ പറയുന്നത് ബാബ തന്നെ വന്നിട്ടാണ് സത്യയുഗം സ്ഥാപന ചെയ്യുന്നത്. തും മാലിക് ബൻ ജാത്തേ ഹോ. നിങ്ങൾ അധികാരിയായിട്ട് മാറുകയാണ് എന്ന് ബാബ പറയാം. ദേഹാഭിമാൻ അഥവാ ജൂട്ടെ അഭിമാൻ സേ തും ഗിർ പഡ്തേ ഹോ ഓർ സത്ത് കെ സംഗ് സേ തും ചഡ് ജാത്തേ ഹോ. ബാബ പറയുന്നത് ദേഹാഭിമാനത്തിലൂടെ, അതായത് അസത്യമായ അഭിമാനത്തിലൂടെ നിങ്ങൾ താഴെ വീണിരിക്കുകയാണ്. ഇപ്പോഴാണെങ്കിലോ സത്യമായ സംഘത്തിലൂടെ നിങ്ങൾ ഉയരുകയാണ്. അതായത് കയറുന്ന കലയാണ്. ഇതുവരെ നമ്മൾ ഇറങ്ങുന്ന കലയായിരുന്നു. കാരണം നമ്മൾ എന്താണ്? ദേഹാഭിമാനത്തിലായിരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അസത്യമായൊരു ദുരഭിമാനം എന്നൊക്കെ പറയില്ലേ, അതിലായതുകൊണ്ട് നമ്മൾ എന്തായി മാറി? താഴേക്ക് വീണു. ഇപ്പൊ നമ്മൾ ആരുമായിട്ടാണ് സംഘം? സത്യമായ ബാബയുമായിട്ടാണ് നമ്മുടെ സംഘം.
അപ്പോൾ ആ സത്യമായ സംഘത്തിലൂടെ നമ്മളിപ്പോൾ ഉയരുന്ന കലയിലാണ്, ഉയർന്നുകൊണ്ടിരിക്കുകയാണെന്ന് ബാബ പറയാം. ആദാ കൽപ്പത്തും പ്രാലബ്ധ ഭോക്തേഹോ, ബാബ പറയുന്നത് അരക്കൽപ്പം നിങ്ങൾ പ്രാലബ്ധം അനുഭവിക്കുന്നു. ऐसे नहीं कि वहाँ भी तुमको सत्य का संग है, ബാബ പറയുന്നത് ഇങ്ങനെയില്ല, അവിടെയും നിങ്ങൾക്ക് സത്യമായ സംഘം ഉണ്ടായിരിക്കും, അങ്ങനെയില്ല. ബാബ പറയുന്നത് നഹി സത്യ കാ സംഗ് और झूठ का संग तब कहते हैं जब दोनों गाजिर है. ബാബ പറയുന്നത് സത്യമായ സംഘമെന്നും അസത്യമായ സംഘമെന്നും എപ്പോഴാണോ പറയുന്നത്, അതായത് രണ്ടും ഹാജരായിരിക്കണം, അല്ലേ? ഇപ്പം നമുക്കിപ്പോൾ നോക്കുമ്പോൾ അറിയാം, ഒരു സ്ഥലത്ത് സത്യമായ സംഘമുണ്ടെങ്കിൽ മറുഭാഗത്ത് അസത്യമായ സംഘമുണ്ട്. ആ അസത്യമായ സംഘം അവിടെ ഉള്ളത് കൊണ്ടാണ് നമ്മളിവിടെ സത്യമായ സംഘം എന്ന് പറയുന്നത്. അതാ ബാബ പറയുന്നത് രണ്ടും ഒരുമിച്ച് വേണം. അസത്യമായ സംഘവും സത്യമായ സംഘവും ഒരുമിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ സത്യമായ സംഘം എന്ന് പറയുള്ളൂ. ഇപ്പം സത്യയുഗത്തിൽ നോക്കുകയാണെങ്കിലോ അവിടെ അസത്യമായ സംഘമേ ഇല്ല. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് നമ്മൾ അവിടെ ഒരു സത്യമായ സംഘം എന്ന് പറയില്ല, കാരണം അവിടെ അസത്യ സംഘം ഇല്ല. അതാ ബാബ പറയുന്നത് രണ്ടും അവിടെ ഹാജരായിരിക്കണം. സത്യമായ സംഘവും അസത്യമായ സംഘവും ഹാജരായിരിക്കുമ്പോഴാണ് അവിടെ പ്രത്യേകിച്ച് നമ്മൾ സത്യമായ സംഘം എന്ന് എടുത്തു പറയുള്ളൂ. സത് ബാപ്പ് ജബ് ആത്തേ ഹേ വഹി ആക്കർ സബ് ബാത്തോം സമജാത്തേ ഹേ. ബാബ പറയുന്നത് എപ്പോഴാണോ സത്യമായ ബാബ വരുന്നത് അപ്പോഴാണ് ബാബ വന്ന് ഈ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ജബ് തക് വഹ് സത് ബാപ് നഹി ആയേ തബ് തക് കോയി ജാൻതേ ബി നഹി ഹേ. ബാബ പറയുന്നത് എപ്പോൾ വരെ ഈ സത്യമായ ബാബ വരുന്നില്ലയോ അപ്പോൾ വരേക്കും ഇതാർക്കും മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് ബാബ പറയാം. അബ് ബാപ്പ് തും ബച്ചോം കോ കഹത്തെ ഹേ ഹേ ആത്മായേ മേരെ സാത്ത് സംഗ് രഖോ. ഇപ്പോൾ ബാബ നമ്മൾ കുട്ടികളോട് പറയുകയാണ്, അല്ലയോ ആത്മാക്കളെ, എൻ്റെ കൂടെ സത്യമായ സംഘത്തിലിരിക്കൂ. ദേഹ് കാ ജോ സംഗ് മിലാ ഹേ ഉൻസെ ഉപരാം ഹോ ജാവോ. അതായത് ദേഹത്തിൻ്റെ ഏത് സംഘമാണോ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് അതിൽ നിന്നും നിങ്ങൾ ഉപരാമമായിട്ടിരിക്കൂ. ദേഹ് കാ സംഗ് ബൽ സത്യയുഗ് മേ ബി ഹോഗ പരന്തു വഹാം തും ഹോ ഹി പാവൻ. ബാബ പറയുന്നത് ദേഹത്തിന്റെ സംഘം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സത്യയുഗത്തിലും ഉണ്ടായിരിക്കും. പക്ഷെ ബാബ പറയുന്നത് അവിടെ നിങ്ങൾ എങ്ങനെയായിരിക്കും? പവിത്രമായിരിക്കും, പാവനമായിരിക്കും. അബി തും സത്ത് കെ സംഗ് സെ പതീത് സെ പാവൻ ബൻതേ ഹോ ഫിർ ശരീർ ബി സദോ പ്രധാൻ മിലേഗ. അപ്പൊ ബാബ പറയുന്നത് ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ ഈ സത്യമായ സംഘത്തിലൂടെ പതീതത്തിൽ നിന്നും പാവനമായി മാറുന്നു. പിന്നീട് നിങ്ങൾക്ക് ശരീരവും സദോപ്രധാനമായത് ലഭിക്കുന്നു എന്ന് ബാബ പറയാം. ആത്മാബി സദോപ്രധാൻ രഹേഗി. ആത്മാവും സദോപ്രധാനമായിരിക്കും. അബീത്തോ ദുനിയാബി തമോ പ്രധാൻ ഹേ. ഇപ്പൊ നോക്കുകയാണെങ്കിൽ മുഴുവൻ ലോകവും തമോ പ്രധാനമാണ്. ദുനിയ നൈ ഓർ പുരാനി ഹോത്തി ഹേ. അതായത് ലോകം പുതിയതാകും പിന്നീട് പഴയതാകും, അല്ലേ? നൈ ദുനിയാമേ ബരോബർ ആദി സനാതൻ ദേവി ദേവത ധർമ്മത. ബാബ പറയുന്നത് പുതിയ ലോകത്തില് മുഴുവനായിട്ടും ആദി സനാതന ദേവി ദേവത ധർമ്മമായിരുന്നു. ആജ് ഉസ് ധർമ്മ കോ ഗൂം കർ ആദി സനാതൻ ഹിന്ദു ധർമ്മ കഹ് ദേത്തെ ഹേ മൂഞ്ച് പടേ ഹേ. ബാബ പറയുന്നത് ഇപ്പോഴാണെങ്കിലോ ആ ഒരു ബാബ പറയുന്നത് ഇപ്പോൾ ആ ഒരു ധർമ്മത്തെ അപ്രത്യക്ഷമാക്കി. കാരണം ആദിസനാതന ദേവി ദേവത ധർമ്മമില്ല, അല്ലേ? അപ്പൊ ആ ഒരു ധർമ്മത്തെ അപ്രത്യക്ഷമാക്കിയിട്ട് എന്താണ് ബാബ പറയുന്നത്? ആദിസനാതന ഹിന്ദു ധർമ്മം എന്നാക്കി മാറ്റി എന്ന് ബാബ പറയാം. അതായത് ആകെ ഒരു ആശയക്കുഴപ്പത്തിലായി മാറി എന്ന് പറയാം ബാബ. അബി തും ഭാരതവാസി സമജത്തെ ഹോ കി ഹം പ്രാചീൻ ദേവി ദേവത ധർമ്മ കേദേ. ബാബ പറയുന്നത് ഇപ്പൊ നിങ്ങൾ ഭാരതവാസികൾ മനസ്സിലാക്കുന്നുണ്ട് നമ്മൾ പ്രാചീന ദേവി ദേവത ധർമ്മത്തിലേതായിരുന്നു. സത്യയുഗക്കോ മാലിക് ദേ, സത്യയുഗത്തിന്റെ അധികാരിയായിരുന്നു. സത്യയുഗത്തിന്റെ അധികാരിയായിരുന്നു എന്ന് ബാബ പറയാ.
പരന്തു വഹ നശാകഹ. ബാബ പറയുന്നത് പക്ഷേ ആ ഒരു ലഹരി ഇപ്പോ എവിടെയാണ് എന്ന് ബാബ ചോദിക്കുക. കൽപ്പക്കി ആയുക്കോ ലംബി ലിഖ് ദി ഹേ. ബാബ പറയുന്നത് കൽപ്പത്തിന്റെ ആയുസ്സിനെ വളരെയധികം നീട്ടി എഴുതിയിരിക്കുകയാണ് എന്ന് ബാബ പറയാ. സബ് ബാത്തേം ഭൂൽ ഗയേ ഹേ. ബാബ പറയുന്നത് എല്ലാ കാര്യങ്ങളും മറന്നു പോയിരിക്കുന്നു എന്ന് ബാബ പറയാ. ഇൻകാ നാം ഹി ഹേ ഭൂൽ ബുല്ലയ്യ കാ ഖേൽ. ബാബ പറയുന്നത് ഇതിനെ തന്നെയാണ് മറവിയുടെ കളിയെന്ന് ബാബ പറയാ. अभी सत बाप द्वारा तुम सारी नॉलेज जानते से ऊंच पद पाते हो, फिर आधा कल्प बाद नीचे गिरते हो, क्योंकि രാവൺ രാജ് ശുരു ഹോത്താ ഹെ. ബാബ പറയുന്നത് ഇപ്പൊ നിങ്ങൾ സത്യമായ ബാബയിലൂടെ മുഴുവൻ നോളജ് നിങ്ങൾ മനസ്സിലാക്കി അതിനുശേഷം നിങ്ങൾ ഉയർന്ന പദവി നേടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാം. പിന്നീട് അതിനുശേഷം എന്തുണ്ടാകും? പകുതി കൽപ്പത്തിന് ശേഷം വീണ്ടും നിങ്ങൾ താഴേക്ക് വീഴുന്നു. എന്തുകൊണ്ടെന്നാൽ രാവണ രാജ്യം ആരംഭിക്കുന്നു എന്ന് ബാബ പറയാം. ദുനിയ പുരാനി തോ ഹോഗീന. അതായത് ബാബ പറയുന്നത് ഈ ലോകം പഴയതു തന്നെ ആകുമല്ലോ എന്ന് ബാബ പറയാ. തും സമജ്തേ ഹോ ഹം നൈ ദുനിയാക്കെ മാലിക് ദേ. ബാബ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, അതായത് നമ്മൾ പുതിയ ലോകത്തിന്റെ അധികാരികളായിരുന്നു. അബി പുരാനി ദുനിയാമേം ഹേ. ഇപ്പൊ നമ്മൾ എവിടെയാണ്? പഴയ ലോകത്തിലാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകുന്നുണ്ട് അല്ലേ? കോയി കോയിക്കോ യഹ് ബി യാദ് നെഹി പഡ്താ ഹേ. ബാബ പറയുന്നത് ചിലർക്കൊന്നും ഇതൊന്നും അറിയുന്നില്ല എന്ന് ബാബ പറയാ. ബാബ ഹംകോ സ്വർഗവാസി ബനാത്തേ ഹേ. ബാബയാണെങ്കിലോ നമ്മളെ സ്വർഗവാസിയാക്കി മാറ്റുകയാണ്. ആദാ കൽപ്പ് ഹം സ്വർഗവാസി രഹേങ്കെ फिर आधा कल्प बाद नीचे गिरते हो, क्योंकि രാവൺ രാജ് ശുരു ഹോത്താ ഹേ. ബാബ പറയുന്നത് ബാബ ഇപ്പൊ നമ്മളെ സ്വർഗവാസിയാക്കി മാറ്റുകയാണ്. പകുതി കൽപ്പം നമ്മൾ സ്വർഗവാസിയായിട്ടിരിക്കും. പിന്നീട് അതിനുശേഷം പകുതി കൽപ്പത്തിന് ശേഷം നമ്മൾ വീണ്ടും താഴേക്ക് വീഴുന്നു. എന്തുകൊണ്ടാണ്? രാവണ രാജ്യം അപ്പം ആരംഭിക്കും അല്ലേ? അതായത് പകുതി കൽപ്പത്തിന് ശേഷം പിന്നെ ദ്വാപരം മുതൽ രാവണ രാജ്യം ആരംഭിക്കുമല്ലോ. അപ്പം നമ്മൾ വീണ്ടും ശരീരബോധത്തിലേക്ക് വന്ന് നമ്മൾ താഴേക്കാണ് വരുന്നത്. പിന്നെ അതാണ് ബാബ പറയുന്നത്. ദുനിയ പുരാനി തോ ഹോഗീന. ബാബ പറയുന്നത് അതായത് ഈ ലോകം പഴയത് തന്നെ ആവേണ്ടതാണല്ലോ. തും സമജ്തേ ഹോ ബാബ ഹംകോ സ്വർഗവാസി ബനാത്തേ ഹേ. നിങ്ങൾ കുട്ടികൾക്ക് ഇപ്പൊ മനസ്സിലാകുന്നുണ്ട് ബാബ നമ്മളെ സ്വർഗവാസിയാക്കി മാറ്റുന്നു. ആദാ കൽപ്പ് ഹം സ്വർഗവാസി രഹേങ്കെ ഫിർ നർഗവാസി ബനേങ്കെ. ബാബ പറയുന്നത് പകുതി കൽപ്പം നമ്മൾ സ്വർഗവാസിയായിട്ടിരിക്കും, പിന്നീട് നരകവാസിയായിട്ട് മാറുന്നു എന്ന് ബാബ പറയാ. തുമ്പി മാസ്റ്റർ ഓൾമൈറ്റി ബനേഹോ നമ്പർവാർ പുരുഷാർത്ഥനുസാർ. ബാബ പറയുന്നത് നിങ്ങൾ കുട്ടികളും സർവശക്തിവാനായിട്ട് മാറുന്നുണ്ട്. മാസ്റ്റർ സർവശക്തിവാനായിട്ട് മാറുന്നുണ്ട്. അതെങ്ങനെ? നമ്പർ വാർ പുരുഷാർത്ഥം അനുസരിച്ച് അല്ലെ? നമ്പർ വാർ പുരുഷാർത്ഥം അനുസരിച്ചിട്ടാണ് നമ്മൾ മാസ്റ്റർ സർവശക്തിവാനായിട്ട് മാറുന്നത്. യഹ് ഹേ ജ്ഞാൻ അമൃത് ക ഡോസ്. ഇത് ജ്ഞാൻ അമൃതത്തിന്റെ ഡോസ് ആണെന്ന് ബാബ പറയാം. ശിവബാബാക്കോ ഓർഗൻസ് മിലേഹേ പുരാനെ. ബാബ പറയുന്നത് ശിവബാബയ്ക്ക് കിട്ടുന്ന ശരീരം എന്ന് പറയുന്നത് എന്താണ്? പഴയതാണ്. പുരാന ബാജ മിൽത്താഹേ. പഴയ ഉപകരണമാണ് ബാബയ്ക്ക് കിട്ടുന്നതെന്ന് ബാബ പറയാ. നയ ഓർഗൻസോ മിൽത്താ നഹി. പുതിയ ശരീരമൊന്നും ബാബയ്ക്ക് കിട്ടുന്നില്ല അല്ലെ? അതായത് ബ്രഹ്മബാബയുടെ വാനപ്രസ്ഥ സ്റ്റേജിലെത്തുമ്പോഴാണല്ലോ ആ ശരീരത്തിലാണ് ശിവബാബ വരുന്നത്. അപ്പൊ പഴയ ശരീരമാണ് ശിവബാബയ്ക്ക് കിട്ടുന്നത്, അല്ലാതെ പുതിയ ശരീരമൊന്നും കിട്ടുന്നില്ല എന്ന് ബാബ പറയാ. ബാപ്പ് ആത്തേ ബി വാനപ്രസ്ഥമേം ഹി. ബാബ വാനപ്രസ്ഥ ആ ഒരു സ്ഥിതിയിൽ എത്തുമ്പോഴാണ് ബാബ അതിൽ പ്രവേശിക്കുന്നത്. ബച്ചോം കോ ഖുഷി ഹോത്തി ഹേ തോ ബാപ്പ് ബി ഖുഷ് ഹോത്തേ ഹേ. കുട്ടികൾക്ക് സന്തോഷമായെങ്കിൽ ബാബയും തീർച്ചയായിട്ടും സന്തോഷവാനായിരിക്കുന്ന ബാബ പറയാ. ബാപ്പ് കഹത്തെ ഹേ ഹം ജാത്തേ ഹേ ബച്ചോം കോ നോളജ് ദേ രാവൺ സേ ചുടാനെ. ബാബ എന്താ പറയുന്നത്? ഞാൻ പോകുന്നത് തന്നെ കുട്ടികൾക്ക് ഈ ജ്ഞാനം കൊടുത്തിട്ട് രാവണനിൽ നിന്നും രക്ഷിക്കാനാണ്. രാവണന്റെ കയ്യിൽ അകപ്പെട്ടിരിക്കുകയാണല്ലോ കുട്ടികളെല്ലാം, ആത്മാക്കളായ എല്ലാ മക്കളും
രാവണന്റെ പിടിയിലാണ്. അപ്പോൾ ബാബ പറയുന്നത് ഞാൻ പോകുന്നത് തന്നെ എന്തിനാണ്? ഈ ജ്ഞാനം കൊടുത്ത് കുട്ടികളെ രാവണനിൽ നിന്നും രക്ഷിക്കാനാണ്. പാർട്ട് ഖുഷീസെ ബജായ ജാത്താ ഹേ നാ. ബാബ പറയുന്നത് തീർച്ചയായും പാർട്ട് വളരെ സന്തോഷത്തോടു കൂടി തന്നെ പാർട്ട് അഭിനയിക്കേണ്ടേ എന്ന് ബാബ പറയാ. ബാപ്പ് ബഹുത്ത് ഖുഷീസെ പാർട്ട് ബജാത്തെ ഹേ. ബാബയാണെങ്കിലോ വളരെ സന്തോഷപൂർവമാണ് ഈ പാർട്ട് അഭിനയിക്കുന്നതെന്ന് പറയാ ബാബ. യഹ് പാർട്ട് കബി ബന്ദ് നഹി ഹോത്താ ഹേ. ബാബ പറയുന്നത് ഈ ഒരു പാർട്ട് ഒരിക്കലും അവസാനിക്കുന്നില്ല. ബച്ചോം കോ ബഹുത്ത് ഖുഷി രഹനി ചാഹിയേ. ബാബ പറയുന്നത് കുട്ടികൾക്ക് വളരെയധികം സന്തോഷത്തിൽ ഇരിക്കേണ്ടതുണ്ട്. ജിത്തന സത്ത് കാ സംഗ് കരേങ്കെ ഉത്തന ഖുഷി ഹോഗി. യാദ് കം കർത്തേ ഹേ ഇസ്ലിയെ ഇത്തിനി ഖുഷി നഹി രഹത്തി ഹേ. അപ്പൊ ബാബ പറയുന്നത് എത്രമാത്രം നിങ്ങൾ സത്യമായ സംഘത്തിൽ ഇരിക്കുന്നുണ്ടോ, അതായത് സത്യമായ ഓർമ്മയിൽ ഇരിക്കുന്നുണ്ടോ. സത്യമായ ഓർമ്മ എന്ന് പറയുന്നത് സ്വയം ആത്മാവാന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കുക. അപ്പോൾ എത്രത്തോളം നമ്മൾ ആ സത്യമായ സംഘം അല്ലെങ്കിൽ സത്യമായ ഓർമ്മയിൽ ഇരിക്കുന്നുണ്ടോ അത്രയും നമ്മൾക്ക് സന്തോഷമുണ്ടായിരിക്കുന്ന ബാബ പറയാം. അപ്പൊ സന്തോഷം കുറവാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ഓർമ്മയും കുറവാണ് എന്നതാണ്. ബാബ ബച്ചോംകോ മിൽക്കിയത്ത് ദേത്തേ ഹേ. ബാബയാണെങ്കിലോ കുട്ടികൾക്ക് സമ്പത്ത് തരുന്നു എന്ന് പറയാ ബാബ. ജോ ബച്ചെ സച്ചി ദിൽ വാലേ ഹേ ഉൻ പർ ബാപ് കാ ബഹുത്ത് പ്യാർ രഹത്താ ഹേ. അപ്പൊ ബാബ പറയുന്നത് സത്യമായ ഹൃദയമുള്ള കുട്ടികളുണ്ടല്ലോ അവരിൽ ബാബ വളരെയധികം സംപ്രീതനാണ് എന്ന് പറയാ. സച്ചി ദിൽ പർ സാഹേബ് രാസി രഹത്തേ ഹേ. സത്യമായ ഹൃദയത്തിൽ പ്രഭു സംപ്രീതനായിരിക്കും എന്ന് ബാബ പറയാം. अंदर बाहर जो सच्चे रहते हैं, बाप के मददगार बनते हैं, सर्विस पर तत्पर रहते हैं, वही बाप को प्रिय लगते हैं. അപ്പോൾ ബാബ പറയുന്നത് ബാബയ്ക്ക് അത്രയും ഇഷ്ടപ്പെട്ട കുട്ടികൾ ആരാണെന്ന് എന്ന് ബാബ പറയാ. അതായത് അകത്തും പുറത്തും സത്യമായിട്ടിരിക്കുക, അല്ലെ? ഉള്ളിലെന്താണോ അത് തന്നെ പുറത്ത്, അല്ലാതെ ഉള്ളിലൊന്ന് പുറത്തേക്ക് മറ്റൊന്ന് അങ്ങനെയല്ല. ഉള്ളിലും പുറത്തും ഒരേപോലെ, അതായത് സത്യമായിട്ടിരിക്കുക. അതുപോലെ ബാബയുടെ സഹായിയായിട്ട് മാറുന്ന കുട്ടികൾ, സർവീസിൽ താല്പര്യമുള്ള കുട്ടികൾ, ഈയൊക്കെ കുട്ടികൾ, ഇങ്ങനെയുള്ള കുട്ടികൾ ബാബയ്ക്ക് അതിപ്രിയരാണെന്ന് ബാബ പറയാ. അപ്നി ദിൽ സെ പൂച്ച്നാ ഹേ ഹം സച്ചി സച്ചി സർവീസ് കർത്തേ ഹേ. ബാബ പറയുന്നത് സ്വയം തൻ്റെ ഹൃദയത്തോട് ചോദിക്കണം, ഞങ്ങൾ സത്യമായ സേവനം ചെയ്യുന്നുണ്ടോ. ഓരോരുത്തരും അവരവരുടെ ഹൃദയത്തോട് ചോദിക്കേണ്ടതാണ്, എന്താണ്, ഞാൻ സത്യമായ സേവനം ചെയ്യുന്നുണ്ടോ. ഇതാണ് ബാബ പറയുന്നത്. സച്ചേ ബാബ കെ സാത്ത് സംഗ് രഹത്തേ ഹേ. ബാബ പറയുന്നത് സത്യമായ ബാബയോടൊപ്പം സംഘത്തിലിരിക്കുന്നുണ്ടോ, സത്യമായ ബാബയുടെ സംഘത്തിലിരിക്കുന്നുണ്ടോ, അതുപോലെ സത്യമായ സേവനം ചെയ്യുന്നുണ്ടോ. ഈ രണ്ട് കാര്യങ്ങളും സ്വയത്തോട് ചോദിക്കണം എന്ന് ബാബ പറയാം. അഗർ സത്ത് ബാപ്പ് കെ സാത്ത് സംഗ് നഹി രഖേംഗെ തോ ക്യാ ഗതി ഹോഗി. ബാബ പറയുന്നത് അഥവാ നിങ്ങൾ സത്യമായ ബാബയുടെ സംഘത്തില്, സത്യമായ ബാബയുടെ കൂട്ടുകെട്ടിൽ നിങ്ങൾ ഇരിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഗതി എന്താകും എന്ന് ബാബ പറയാം. ബഹുത്തോം കോ രാസ്ത ബത്താത്തെ രഹേങ്കെ തോ ഊഞ്ച് പദവി പായെങ്കെ. ബാബ പറയുന്നത് ഒരുപാട് പേർക്ക് നിങ്ങൾ വഴി പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഉയർന്ന പദവി തീർച്ചയായും നേടുന്ന ബാബ പറയാം. സത്ത് ബാപ്പ് സേ ഹംനെ ക്യാ വർഷ പായാ ഹേ അപ്പനെ അന്തർ ദേഖനാ ഹേ. ബാബ പറയുന്നത് സത്യമായ ബാബയിൽ നിന്നും നമ്മൾ എന്ത് സമ്പാദ്യമാണ്, എന്ത് സമ്പത്താണ് നേടിയത്, അത് നമ്മൾ സ്വയം ഉള്ളിൽ നോക്കേണ്ടതാണ് എന്ന് ബാബ പറയാം. യഹ്തോ ജാൻതേ ഹേ നമ്പർ വാർ ഹേ. ഇതും നമ്പർ വാർ ആയിട്ട് തന്നെയാണ് കുട്ടികൾ മനസ്സിലാക്കുന്നത് എന്ന് ബാബ പറയാം. കോയി കിത്തന വർഷ പാത്തേ ഹേ കോയി കിത്തന പാത്തേ ഹേ രാത് ദിൻ കാ ഫറക് രഹത്താ ഹേ. അതായത് ആരെല്ലാം എത്രത്തോളം സമ്പാദ്യം നേടിയിട്ടുണ്ടോ, എത്രമാത്രം നേടിയിട്ടില്ലയോ, അതായത് ഓരോ കുട്ടികളും നമ്പർ വൈസ് ആണല്ലോ. ബാബ പറയുന്നത് ഇത് രാത്രിയുടെയും പകലിന്റെയും വ്യത്യാസം ഉണ്ടായിരിക്കും, അല്ലെ? ചില കുട്ടികൾ നന്നായി ബാബയെ ഓർമ്മിച്ച് തീവ്ര പുരുഷാർത്ഥിയായി മാറിയിട്ട് നല്ല സമ്പാദ്യം നേടിയിട്ടുണ്ടാകും. മറുവശത്ത് നോക്കുമ്പോൾ ചിലർ ബാബയെ ഒട്ടും ഓർമ്മിക്കുന്നുണ്ടാകില്ല, അപ്പൊ സമ്പാദ്യവും വളരെ കുറവായിരിക്കുമല്ലോ.
ബാബ പറയുന്നത് ഇതിൽ രാത്രിയുടെയും പകലിൻ്റെയും വ്യത്യാസമുണ്ട് എന്ന് ബാബ പറയാം. अच्छा मीठे मीठे सिक्की लदे बच्चों प्रति मात पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. रूहानी बच्चों की रूहानी मात पिता बाप दादा को याद प्यार गुड मॉर्निंग और नमस्ते. ഇനി ബാബ ധാരണയ്ക്കുള്ള പോയിന്റ് പറയാണ്. ഫസ്റ്റ് പോയിന്റ്, तुम्हें जो इस देह का संग मिला है इस संग से उपराम रहना है, സത്ത് കെ സംഗ് സെ പാവൻ ബന്ന ഹെ. അപ്പം ബാബ പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു ദേഹവുമായിട്ടുള്ള സംഘം ലഭിച്ചിട്ടുണ്ടല്ലോ, ആ ദേഹവുമായിട്ടുള്ള സംഘത്തിൽ നിന്നും നിങ്ങൾ ഉപരാമമായിട്ടിരിക്കണം. അതുപോലെ സത്യമായ സംഘത്തിലൂടെ നിങ്ങൾ പാവനമായിട്ട് മാറണം. സെക്കൻഡ് പോയിന്റ്, इस स्टूडेंट लाइफ में चलते फिरते बुद्धि में നോളജ് घूमती रहे. ബാബ പറയുന്നത് ഈ വിദ്യാർത്ഥി ജീവിതത്തിൽ നടക്കുമ്പോഴും ചുറ്റിക്കറങ്ങുമ്പോഴും ബുദ്ധിയിൽ ഈ ഒരു നോളജ്, അതായത് ബാബ നമുക്ക് തരുന്ന ഈ ഒരു അറിവ് നമ്മളുടെ ബുദ്ധിയിൽ കറങ്ങണമെന്ന് ബാബ പറയാം. എയും ഒബ്ജക്റ്റ് കോ സാമനെ രഖ് പുരുഷാർത്ഥ് കർണാ ഹെ. അതായത് നമ്മളുടെ ലക്ഷ്യം, ആ ലക്ഷ്യത്തെ മുന്നിൽ വെക്കണം. ലക്ഷ്യം എന്താ? നമ്മുടെ ലക്ഷ്മി നാരായണൻ അല്ലേ? ആ ലക്ഷ്യത്തെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ പുരുഷാർത്ഥം ചെയ്യണമെന്ന് ബാബ പറയാം. സച്ചി ദിൽ സെ ബാപ് കാ മദദ്ഗാർ ബന്നാ ഹെ. ബാബ പറയുന്നത് സത്യമായ ഹൃദയത്തിലൂടെ ബാബയുടെ സഹായിയായിട്ട് മാറണം. വരദാനം, അവ്യഭിചാരി और निर्विघ्न स्थिति द्वारा फर्स्ट जन्म की प्रारब्ध प्राप्त करने वाले സമീപ് ഓർ സമാൻ ഭവ. അതായത് ബാബ പറയുന്നത് അവ്യഭിചാരി അതുപോലെ നിർവിഘ്ന സ്ഥിതി, ഈ രണ്ടിലൂടെയും ഫസ്റ്റ് ജന്മത്തിൻ്റെ പ്രാരബ്ധം പ്രാപ്തമാക്കുന്ന സമീപവും സമാനവുമായി ഭവിക്കട്ടെ എന്ന് ബാബ എന്ന് വരദാനം തരാണ്. അതായത് ബാബ അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയുന്നത്, ജോ ബച്ചെ यहाँ बाप के गुण और संस्कारों के समीप है, सर्व संबंधों से बाप के साथ का व समानता का अनुभव करते हैं, वही वहाँ रॉयल कुल में फर्स्ट जन्म के संबंधों में समीप आते हैं. അപ്പോൾ ബാബ പറയുന്നത് ഏത് കുട്ടികളാണോ ഇവിടെ ബാബയുടെ ഗുണം അതുപോലെ ബാബയുടെ സംസ്കാരങ്ങൾ അതിൻ്റെ സമീപത്തിരിക്കുന്നത്, അതുപോലെ സർവസംബന്ധവും ബാബയോടൊപ്പം വയ്ക്കുന്നത്, ബാബയ്ക്ക് സമാനമായി ഇരിക്കുന്നതിൻ്റെ അനുഭവം ചെയ്യുന്നത്, അതായത് ബാബയ്ക്ക് സമാനമായിട്ടിരിക്കുന്നതിൻ്റെ അനുഭവം ചെയ്യുക, സർവസംബന്ധവും ബാബയോടൊപ്പം വയ്ക്കുക, അതുപോലെ ബാബയുടെ ഗുണങ്ങൾ ബാബയുടെ സംസ്കാരവുമായിട്ട് സമീപത്തിരിക്കുന്ന കുട്ടികൾ ആരാണോ ആ കുട്ടികൾ അവിടെ, അതായത് സത്യയുഗത്തിൽ റോയൽ കുലത്തിൽ, അതായത് രാജകീയ കുലത്തിൽ ഫസ്റ്റ് ജന്മത്തിൽ ഉള്ള സംബന്ധത്തിൽ സമീപത്ത് വരുന്ന ബാബ പറയാം. അതിൽ തന്നെ സെക്കൻഡ് പോയിന്റ് ബാബ പറയുന്നത്, ഫസ്റ്റ് മേം വഹി ആയെങ്കെ जो आदि से अब तक അവ്യഭിചാരി और നിർവിഘ്ന രഹേ ഹെ. അതായത് ഫസ്റ്റ് ഡിവിഷൻ അല്ലെ, സത്യയുഗത്തിലെ ഫസ്റ്റ് ഡിവിഷനിൽ ആരാണ് വരുന്നത് അവർ എങ്ങനെയായിരിക്കും ബാബ പറയുന്നത്, ആദീസെ അബ് തക്ക്, അതായത് എന്നാണോ നമ്മൾ ബാബയുടെ കുട്ടികളായി മാറിയത് അന്ന് മുതൽ ഇന്ന് വരെ അവ്യഭിചാരി അതുപോലെ നിർവിഘ്ന സ്ഥിതി. അതായത് ഒരേ അവ്യഭിചാരി ഭക്തി ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, ഒരേ ഒരു ബാബ, ആ ഒരു ബാബയുടെ ഭക്തി. അപ്പം ഒരേ ഒരു ബാബ, രണ്ടാമതൊരാളില്ല, ആ ഒരു സ്ഥിതി. അതുപോലെ നിർവിഘ്ന സ്ഥിതി, നിർവിഘ്നരായിട്ടിരിക്കുക, അങ്ങനെ ഇരിക്കുന്നവരാണ് ഫസ്റ്റ് ഡിവിഷനിൽ വരിക എന്ന് ബാബ പറയാം. അത് ആദ്യം മുതൽ അവസാനം വരെ, അതായത് എന്ന് നമ്മൾ ബാബയുടെ കുട്ടിയായി മാറിയോ അന്ന് മുതൽ ഇന്ന് വരെ. നിർവിഘ്ന കാ അർത്ഥ യഹ് നഹി ഹെ കി വിഘ്ന ആയേ ഹി നഹി, ലേക്കിൻ വിഘ്ന വിനാശക് വ വിഘ്നോം കെ ഊപ്പർ സദാ വിജയി രഹേ. ബാബ പറയുന്നത് നിർവിഘ്നം എന്നതിൻ്റെ അർത്ഥം വിഘ്നങ്ങൾ വരികേയില്ല, വിഘ്നമൊന്നും വരുന്നില്ല, അങ്ങനെയല്ല നിർവിഘ്നം എന്ന് പറയുമ്പോൾ അർത്ഥം വിഘ്നങ്ങൾ തീർച്ചയായിട്ടും വരും, പക്ഷെ നമ്മളെങ്ങനെയായിരിക്കണം,
വിഘ്ന വിനാശകനായിട്ടിരിക്കുക. അതായത് ആ വിഘ്നങ്ങൾക്കെല്ലാം മുകളിൽ നമ്മൾ സദാ വിജയിയായിട്ടിരിക്കുക. ആ വിഘ്നമൊന്നും നമ്മളിൽ ഒരു അതിൻ്റെ ഒരു ചേഞ്ച് ഒന്നും നമ്മുടെ ഉള്ളിൽ, നമ്മുടെ മനസ്സതിനെ ഇളക്കില്ല. എന്ത് വിഘ്നം വന്നാലും മനസ്സിളകാതെ ആ വിഘ്നങ്ങൾക്ക് മുകളിൽ വിജയിയായിട്ടിരിക്കുക. അതാണ് നിർവിഘ്നസ്ഥിതി. അല്ലാതെ വിഘ്നമൊന്നും വരാത്തൊരവസ്ഥ അതല്ല പറയുന്നത്. വിഘ്നം തീർച്ചയായിട്ടും വരും, പക്ഷെ നമ്മൾ വിഘ്ന വിനാശകനായിട്ടിരിക്കുക. അതായത് ഏതൊരു വിഘ്നങ്ങളുടെയും മുകളിൽ സദാ വിജയിയായിട്ടിരിക്കുക. യഹ് ദോനോ ബാത്തേം യദി ആദി സെ അന്ത് തക് ടീക് ഹേ തോ ഫസ്റ്റ് ജന്മമേ സാത്തി ബനേങ്കെ. ഇപ്പൊ ബാബ പറയുന്നത് ഈ രണ്ട് കാര്യങ്ങളിലും എപ്പോഴാണോ ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ ശരിയായിട്ടിരിക്കുന്നത്, കറക്റ്റായിട്ടിരിക്കണം. ഈ രണ്ട് ബാബ പറയണ ഈ രണ്ട് കാര്യങ്ങളിലും തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ ഈ രണ്ടിലും നമ്മൾ ശരിയായിട്ടിരുന്നാൽ അപ്പോൾ പറയാം നമുക്ക് എന്താണ് ഫസ്റ്റ് ജന്മം ഒരുമിച്ച് വരും അല്ലേ. നമ്മൾ ഫസ്റ്റ് ജന്മത്തിൽ, അതായത് ബ്രഹ്മബാബ എപ്പോഴാണോ ശ്രീകൃഷ്ണനായിട്ട് ഫസ്റ്റ് ജന്മത്തിൽ തന്നെ വരുന്നില്ലേ, അപ്പം കൂടെ വരണമെങ്കിൽ നമുക്ക് എങ്ങനെയായിരിക്കണം? ഈ ബാബ പറയുന്ന ഈ സ്ഥിതികളിലെല്ലാം നമ്മൾ തുടക്കം മുതൽ അവസാനം വരെ ശരിയായിട്ടിരിക്കണം. അപ്പോഴാണ് ഫസ്റ്റ് ജന്മത്തിൽ നമുക്ക് കൂടെ വരാൻ സാധിക്കുക എന്ന് ബാബ പറയാം. സ്ലോഗൻ: സൈലൻസ് की പവർ से നെഗറ്റീവ് को പോസിറ്റീവ് में പരിവർത്തൻ കരോ. ബാബ പറയുന്നത് സൈലൻസിൻ്റെ ശക്തിയിലൂടെ നെഗറ്റീവിനെ പോസിറ്റീവിലേക്ക് പരിവർത്തനം ചെയ്യൂ. ഇനി അവ്യക്ത സൂചന: ഏകാന്ത പ്രിയ ബനോ ഏകത ഓർ ഏകാഗ്രത കോ അപനാവോ. ഏകാന്തപ്രിയരായി മാറി ഏകതയെയും ഏകാഗ്രതയെയും സ്വായത്തമാക്കൂ. അതാണല്ലോ അവ്യക്ത സൂചന. അതിൽ ബാബ പറയുന്നത് ഏകാന്തവാസി അർത്ഥാത് സദാ സ്ഥൂൽ ഏകാന്ത് കെ സാത്ത് സാത്ത് ഏക് കെ അന്തമേ രഹന. അതായത് ഏകാന്തവാസി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ബാബ പറയുന്നത് സദാ നമ്മൾ സ്ഥൂലമായ രീതിയിൽ ഏകാന്തമായിട്ടിരിക്കുക, അതോടൊപ്പം തന്നെ ഒന്നിൻ്റെ അന്ത്യത്തിലിരിക്കുക. അതായത് ഒരേ ഒരു ബാബ, രണ്ടാമതൊരാളില്ല. ഏകാഗ്രത की शक्ति से किसी भी आत्मा का मैसेज उस आत्मा तक पहुंचा सकते हो. ബാബ പറയുന്നത് ഏകാഗ്രതയുടെ ശക്തിയിലൂടെ ഏതൊക്കെ ആത്മാവിനാണോ നമുക്ക് ഒരു സന്ദേശം എത്തിക്കേണ്ടത്, ആ ആത്മാവിൻ്റെ അടുത്ത് ആ സന്ദേശം എത്തും, സന്ദേശം എത്തിക്കാൻ കഴിയും. അതായത് ഏകാഗ്രതയുടെ ശക്തിയിലൂടെ. കിസി ബി ആത്മാക്ക ആഹ്വാൻ കർ സക്തേ ഹോ. അതായത് ഏതൊരാത്മാവിനെയും നമുക്ക് ആഹ്വാനം ചെയ്യാനും സാധിക്കും. കിസി ബി ആത്മാക്കി ആവാസ് കോ ക്യാച്ച് കർ സക്തേ ഹോ. അതായത് ഏതൊരാത്മാവിൻ്റെയും ശബ്ദത്തെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ സാധിക്കും, പിടിച്ചെടുക്കാൻ സാധിക്കും. കിസി ബി ആത്മാക്കോ ദൂർ ബൈട്ടെ സഹयोग ദേ സക്തേ ഹോ. അതായത് ഏതൊരാത്മാവിനും നമ്മൾ ദൂരെ ഇരുന്നു കൊണ്ട് തന്നെ സഹയോഗം കൊടുക്കാനും നമുക്ക് സാധിക്കും. ഇതെല്ലാം എപ്പോഴാണ് സാധിക്കുക? ഏകാഗ്രതയുടെ ശക്തി ഉണ്ടെങ്കിൽ അല്ലേ. ഏകാഗ്രതയുടെ ശക്തി ഉണ്ടെങ്കിൽ നമുക്ക് ഏതൊരാത്മാവിന് എന്ത് മെസ്സേജ് കൊടുക്കണോ അതും കൊടുക്കാനും സാധിക്കും. ഏതൊരാത്മാവിനെയും ആഹ്വാനം ചെയ്യാനും സാധിക്കും. അതുപോലെ ഏതൊരാത്മാവിൻ്റെയും ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കും, പിടിച്ചെടുക്കാൻ സാധിക്കും. അതുപോലെ ദൂരെ ഇരുന്നു കൊണ്ടും ഏതൊരാത്മാവിനും നമുക്ക് സഹയോഗവും കൊടുക്കാൻ സാധിക്കും, ഏകാഗ്രതയുടെ ശക്തിയുണ്ടെങ്കിൽ. ഓം ശാന്തി. मेरे प्यार
बनो राजयोगी, राजयोगी बनो राजयोगी। जिंदगी में परम शांति होगी, मेरे प्यारो बनो राजयोगी, राजयोगी बनो राजयोगी। मन का दर्पण दमकने लगेगा, आत्मचिंतन चमकने लगेगा। मन का दर्पण दमकने लगेगा, आत्मचिंतन चमकने लगेगा। योग पथ पर जरा चल के देखो, सारा जीवन महकने लगेगा। सारी काया हो, सारी काया बनेगी निरोगी, मेरे प्यारो बनो राजयोगी, राजयोगी बनो राजयोगी। योग मानव को संयम सिखाता, संतुलन आचरण में है लाता। आत्मा और परमात्मा का ये मिलन हर घड़ी है कराता। योग महिमा हो, योग महिमा कभी कम न होगी, मेरे प्यारो बनो राजयोगी। जिंदगी में परम शांति होगी, मेरे प्यारो बनो राजयोगी, राजयोगी बनो राजयोगी। ओम शांति, ओम शांति, ओम शांति, ओम शांति, 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 शांति। ओम शांति।